എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ സെൽ ബയോളജി തന്നെ പോർഷനിലെ ക്യാൻസർ എന്നുള്ളൊരു ടോപ്പിക്കാണ്. ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ക്യാൻസർ അല്ലേ. നമ്മളെല്ലാവരും ഫെമിലിയർ ആണ് ആ ടേം. സോ നമുക്ക് ക്യാൻസർ എന്താണെന്ന് നോക്കാം. ക്യാൻസർ ഈസ് കൺസിഡേർഡ് ആസ് എ ജനറ്റിക് ഡിസീസ്. ഇതൊരു ജനറ്റിക് ഡിസീസ് ആണെന്നാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ആൾട്ടർനേഷൻ വിതിൻ എ സ്പെസിഫിക് ജീൻ. അവിടെ എന്താണ് സംഭവിക്കുക, ഒരു സ്പെസിഫിക് ജീനിൽ ആൾട്ടർനേഷൻ വരുന്നുണ്ട്. ബട്ട് ഇൻ മോസ്റ്റ് കേസസ് ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻഹെറിറ്റഡ് ഡിസീസ്. ഇതൊരു ജനറ്റിക് ഡിസീസ്, അതായത് ജീൻസിൽ വരുന്ന ചേഞ്ച് കൊണ്ട് വരുന്നൊരു ഡിസോർഡർ അല്ലെങ്കിൽ ഡിസീസാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻഹെറിറ്റഡ് ഡിസീസ്. അതായത് പാരൻസിൽ നിന്ന് എപ്പോഴും നെക്സ്റ്റ് ജനറേഷനിലോട്ട് പാസ് ചെയ്യപ്പെടുന്നില്ല, ഇൻഹെറിറ്റൻസ് പാറ്റേൺ കാണിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇൻ ആൻ ഇൻഹെറിറ്റഡ് ഡിസീസിൽ എന്താണ്, ദ ജനറ്റിക് ഡിഫക്റ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ദ ക്രോമസോംസ് ഓഫ് എ പാരൻറ്റ്. പാരന്റൽ ക്രോമസോമിൽ എന്തെങ്കിലും ജനറ്റിക് ഡിഫക്റ്റ് ഉണ്ടാകുകയും ആൻഡ് ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു ദ സൈഗോട്ട്, അത് സൈഗോട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ അതിനെ ഇൻഹെറിറ്റഡ് ഡിസീസ് എന്ന് പറയുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ക്യാൻസർ the genetic alternation leads to most cancers arise in the DNA of somatic cells during the lifetime of the affected individual. ആ അഫക്റ്റഡ് ഇൻഡിവിജ്വലിൻ്റെ സൊമാറ്റിക് സെൽസിൽ അവരുടെ ആ ലൈഫ് സ്റ്റൈലിൽ അല്ലെങ്കിൽ ആ ലൈഫ് ടൈമിൽ ഉണ്ടാകുന്ന ചേഞ്ച് കൊണ്ട് ഉണ്ടാകുന്ന ഡിസോർഡറാണ് എന്ത്, ക്യാൻസർ എന്ന് പറയുന്നത്. ജനറ്റിക് ഡിസോർഡറാണ്, അതായത് ജീൻസിലാണ് ചേഞ്ച് വരുന്നത്. പക്ഷേ എങ്കിൽ എങ്ങനെയാണ് ആ ചേഞ്ച് എന്ന് പറയുന്നത്, സൊമാറ്റിക് സെൽസിലുള്ള ജീൻസിലായിരിക്കും ആ ചേഞ്ച്, സൊമാറ്റിക് സെൽസ്. സോ ഇൻ ക്യാൻസർ ദ ജനറ്റിക് ആൾട്ടർനേഷൻസ് ദാറ്റ് ലീഡ്സ് ടു മോസ്റ്റ് ക്യാൻസേഴ്സ് arise in the DNA of somatic cell during the lifetime of the affected individual. And what are the basic properties of cancer cell? Cancer cell inde basic properties enna namukku cancer nu endade unlimited multiplication of cell alle, uncontrolled cell division aanu indinu kaaranavunne nammal parayunne cancer nu kaaranavunne. It is uncontrolled cell division. Okay, so basic properties പറയുന്നത് നോർമൽ സെൽസ് ഡു നോട്ട് ഡിവൈഡ് അൺലെസ് ദേ ആർ സ്റ്റിമുലേറ്റഡ്. നോർമൽ സെൽസ് എപ്പോഴാണ് ഡിവൈഡ് ചെയ്യുക, വൺസ് അവർക്കൊരു ട്രിഗറിങ് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നോർമൽ സെൽസ് ഡിവൈഡ് ചെയ്ത് പുതിയ സെൽസ് ഫോം ചെയ്യും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ക്യാൻസർ സെൽസ് ദേ ഡു നോട്ട് സർവൈവ് ഇഫ് ദേ ഹാവ് ഇൻക്വയർഡ് ഇററിപ്പയറബിൾ ഡാമേജ്. സോ നോർമൽ സെൽസ് എങ്ങനെയാണ്, അവർക്കൊരു സ്റ്റിമുലസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസ് ഒരു സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് സെല്ല് ഡിവൈഡ് ചെയ്ത് ന്യൂ സെൽസ് ഫോം ചെയ്യുള്ളൂ. പക്ഷേങ്കിൽ ഇൻ ദ കേസ് ഓഫ് ക്യാൻസർ സെൽസ് അങ്ങനെയല്ല, അത് കണ്ടിന്യൂസ്ലി ഡിവൈഡ് വെദർ ദർ ഇസ് എ സിഗ്നൽ ഈസ് പ്രസൻറ്റ് ഓർ നോട്ട്. അവിടെ ഒരു സിഗ്നൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ക്യാൻസർ സെൽസിന് ബാധകമല്ല, അത് കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്ത് പുതിയ സെൽസ് ഫോം ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ദേ ഡു നോട്ട് സർവൈവ് ഇഫ് ദേ ഹാവ് ഇൻക്വയർഡ് ഇററിപ്പയറബിൾ ഡാമേജ്. ഇപ്പോൾ നോർമൽ സെൽസിൻ്റെ കേസിൽ അവിടെ ഒരു ഇററിപ്പയറബിൾ ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇറ്റ് വിൽ ലീഡ്സ് ടു സെൽ ഡെത്ത്. അതിന് സർവൈവൽ പോസിബിൾ അല്ല. നോർ ഡു ദേ വാണ്ടർ എവേ ഫ്രം എ ടിഷ്യൂ ടു സ്റ്റാർട്ട് ന്യൂ കോളനീസ് എൽസ്വെയർ ഇൻ ദ ബോഡി. അതിപ്പോൾ ഒരു സെല്ല് ഈ ഒരു പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ അത് വേറൊരു സ്ഥലത്തോട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോയി അവിടെ അതുപോലത്തെ സെൽസിൻ്റെ പ്രൊഡക്ഷൻ നോർമൽ സെൽസിൽ നടക്കില്ല. Most cancer cell experience a breakdown in all of these regulatory influences. ക്യാൻസർ സെൽസിൽ എന്താ, നമ്മൾ ഈ പറഞ്ഞ മെക്കാനിസം ഒക്കെ ഇത് പറ്റും, അതൊക്കെ ഓഫ് ആയിരിക്കും. ഇങ്ങനെയുള്ള സെല്ലാർ മെക്കാനിസം ഒക്കെ ബ്രേക്ക് ഡൗൺ ആയിട്ടായിരിക്കും കാണാനായിട്ട് പറ്റുക. ആൻഡ് ദാറ്റ് പ്രൊട്ടക്ട് ദ ബോഡി ഫ്രം ചൗസ് ആൻഡ് സെൽഫ് ഡിസ്ട്രക്ഷൻ. സോ ഒരു സെൽ ഡിവിഷൻ സിഗ്നലിംഗ് മോളിക്യൂൾസിൻ്റെ പ്രസൻസിൽ മാത്രമാണ് നോർമൽ സെൽസിൽ ഡിവൈഡ് ചെയ്യുള്ളൂ. പക്ഷേ ക്യാൻസർ സെൽസിൽ അങ്ങനെയാണോ, അല്ല, അതേ കണ്ടിന്യൂസ്ലി ഡിവൈഡ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ നോർമൽ സെൽസിൽ അത് സെൽ ഡെത്തിന് കാരണമാവും. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ക്യാൻസർ സെൽ ഡെത്ത് ഒക്കെ എന്ത് പറ്റും, സെൽ ഡെത്ത് എന്നുള്ള പ്രോഗ്രാം അല്ലെങ്കിൽ പ്രോഗ്രാംഡ് സെൽ ഡെത്ത്, അപ്പോപ്റ്റോസിസ് ഇവൻ്റ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ അതൊക്കെ അങ്ങനെയുള്ള മെക്കാനിസംസ് ഒക്കെ അവിടെ ലോസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ നോർമൽ സെൽസിനെ മൈഗ്രേറ്റ് ചെയ്ത് വേറൊരു സ്ഥലത്തോട്ട് പോയി അവിടെ കോളനി അല്ലെങ്കിൽ അവിടെ കറസ്പോണ്ടിങ് സെൽസിൻ്റെ ഫോർമേഷൻ പോസിബിൾ അല്ല. But in the case of cancer cell,
എന്താണ് ക്യാൻസർ സെൽസ് ആർ മൈഗ്രേറ്റ് ഫ്രം വൺ പൊസിഷൻ ടു അതർ പൊസിഷൻ. ഒരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ വൺ പ്ലേസ് ടു അതർ പ്ലേസ് ഇൻ ദ ബോഡിയുടെ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലോട്ട് മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി, ഇതിന് അവിടെ പോയിട്ട് ആ സെൽസ് വീണ്ടും ഡിവൈഡ് ചെയ്ത് പുതിയ സെൽസ് ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ ക്യാൻസർ സെൽസിന് പോസിബിൾ ആണ്. സോ ക്യാൻസർ സെൽ proliferate uncontrollably, producing malignant tumors that invade surrounding healthy tissues. അടുത്തുള്ള ഹെൽത്തി ടിഷ്യൂസിലോട്ടൊക്കെ മൈഗ്രേറ്റ്, കണ്ടോ ഇത് ഇൻവേർഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. അടുത്തുള്ള ഹെൽത്തി ടിഷ്യൂസിലോട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് അവിടെ ട്യൂമർ ഫോർമേഷന് കാരണമാകും. ആൻഡ് മാലിഗ്നന്റ് ട്യൂമേഴ്സ് ടെൻഡ് ടു മെറ്റാസ്റ്റാസൈസ് എന്ന് പറയുന്നത്. മെറ്റാസ്റ്റാസൈസ് എന്നാണ് ഈ മൈഗ്രേറ്റിംഗ് പ്രോപ്പർട്ടീനെയാണ് മെറ്റാസ്റ്റാസൈസ് എന്ന് പറയുന്നത്. സോ മാലിഗ്നന്റ് ട്യൂമേഴ്സ് ടെൻഡ് ടു മെറ്റാസ്റ്റാസൈസ്, ദാറ്റ് ഈസ് to spawn renegade cells that break away from the parent mass and enter the lymphatic or vascular circulation and spread to distant sites in the body where they establish lethal secondary tumors. ഇതാണ് മെറ്റാസ്റ്റാസൈസ് എന്ന് പറഞ്ഞാൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Cancer cells have the capacity to migrate from one place to other cells through the lymphocytes or the blood vessels. അതായത് ലിംഫാറ്റിക് സിസ്റ്റം അല്ലെന്നുണ്ടെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റം വഴി ഒരു പ്ലേസിൽ നിന്ന് ബോഡിയുടെ വേറെ ഏതെങ്കിലും പൊസിഷനിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ ചെന്ന് ആ കോളനീസ് ഫോം ചെയ്ത്, ആ കോളനിയിൽ എങ്ങനെയാണ് ആ സെൽസ് വീണ്ടും ഡിവൈഡ് ചെയ്ത് ഒരുപാട് സെൽസ് ഫോം ചെയ്ത്, അതിനെയാണ് നമ്മൾ ട്യൂമർ എന്ന് പറയുന്നത്. അങ്ങനെ പാരന്റ് സെൽ മാസിൽ നിന്ന് മൂവ് ചെയ്ത് പോയിട്ട് വേറൊരു കോളനി അവിടെ ഫോം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഫോം ചെയ്യുന്ന ട്യൂമേഴ്സിനാണ് നമ്മൾ സെക്കൻഡറി ട്യൂമേഴ്സ് എന്ന് പറയുന്നത്. Okay, and this property is called metastasis. അപ്പോൾ ക്യാൻസർ സെൽസ് കാണിക്കുന്ന ഒരു ബിഹേവിയർ ആണ് മെറ്റാസ്റ്റാസൈസ് എന്ന് പറയുന്നത്. എന്താണ് മെറ്റാസ്റ്റാസൈസ് എന്ന് പറയുന്നത്? They have the capacity to spawn renegade cells that break away from the parent mass. അത് പാരന്റ് സെൽ മാസിൽ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് enter the lymphatic or vascular circulation. എവിടെയാണ്? സർക്കുലേറ്ററി സിസ്റ്റത്തിലോട്ടോ ലിംഫാറ്റിക് സിസ്റ്റത്തിലോട്ടോ എത്തും. ആൻഡ് സ്പ്രെഡ് ടു ഡിസ്റ്റൻസ് സൈറ്റ്സ് ഇൻ ദ ബോഡിയിൽ ഡിഫറെൻറ്റ് ലൊക്കേഷൻസിലോട്ട് മൂവ് ചെയ്ത് വേർ ദ എസ്റ്റാബ്ലിഷ് എ ലീതൽ സെക്കൻഡറി ട്യൂമേഴ്സ്, അവിടെ ഒരു സെക്കൻഡറി ട്യൂമേഴ്സിൻ്റെ ഫോർമേഷന് കാരണമാകും. ആൻഡ് ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് മെറ്റാസ്റ്റാസൈസ്. And at the cellular level, the most important characteristic of a cancer cell എന്ന് പറയുന്നത് whether residing in the body or on a culture dish, it loss of growth control. ഇപ്പോൾ ഒരു പെറ്റ് ഡിഷിൽ നമുക്ക് ലബോറട്ടറി കണ്ടീഷനിൽ കൾച്ചർ ചെയ്താലും അല്ലെങ്കിൽ വിതിൻ ദ ബോഡി ആണെങ്കിലും ഇത് കാണിക്കുന്ന വേറൊരു ബിഹേവിയർ എന്താണ്? ലോസ് ഓഫ് ഗ്രോത്ത് കൺട്രോൾ. ഗ്രോത്ത് കൺട്രോൾ എന്നുള്ള അല്ലേ, ഗ്രോത്ത് കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടിരിക്കും. It lost the growth control. And cancer cells ignore inhibitory growth signals. എന്തെങ്കിലും ഇൻഹിബിറ്ററി ആയിട്ടുള്ള ഗ്രോത്ത് സിഗ്നൽസ് വന്നു കഴിഞ്ഞാലും ക്യാൻസർ സെൽസ് അതിനൊക്കെ എന്ത് ചെയ്യും? അവോയ്ഡ് ചെയ്യും അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യും. ദേ കണ്ടിന്യൂ ടു ഗ്രോ ഇൻ ദ ആബ്സെൻസ് ഓഫ് സ്റ്റിമുലേറ്ററി ഗ്രോത്ത് സിഗ്നൽസ്. സ്റ്റിമുലേറ്ററി ഗ്രോത്ത് സിഗ്നൽസ് ഉണ്ടായാലും ഇല്ലെങ്കിലും എന്ത് ചെയ്യും? ദേ കണ്ടിന്യൂസ് ഗ്രോത്ത് കാണിക്കും. ദേ ഷോ കണ്ടിന്യൂസ് ഗ്രോത്ത് ദാറ്റ് ആർ റിക്വയർഡ് ബൈ നോർമൽ സെൽസ്. ഓക്കെ, നോർമൽ സെൽസ് ആണെന്നെങ്കിൽ എന്താ സംഭവിക്കാം? ഒരു ഇൻഹിബിറ്ററി ഗ്രോത്ത് സിഗ്നൽ വന്നാൽ പിന്നീട് ആ സെല്ല് ഗ്രോത്ത് കാണിക്കോ? ഇല്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് ക്യാൻസർ സെൽസ്, ഈവൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ even in the presence of a growth signal or in the presence of an inhibitory growth signal, what will happen? It continuously grow. And normal cells growing in culture exhibit a limited capacity for cell division. ഒരു കൾച്ചറിൽ നോർമൽ സെൽസിന് ഗ്രോത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഗ്രോത്ത് ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ? they will or they have a limited capacity. ഒരു പർട്ടിക്കുലർ ലെവൽ വരെ ആയിരിക്കും അത് അതിൻ്റെ ഗ്രോത്ത് കാണിക്കുക. ആൻഡ് ആഫ്റ്റർ എ ഫിനിറ്റ് നമ്പർ ഓഫ് മൈറ്റോട്ടിക് ഡിവിഷൻ, ഒരു പർട്ടിക്കുലർ നമ്പർ മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദേ അണ്ടർഗോ ആൻ ഏജിങ് പ്രോസസ്. അതിലൊരു ഏജിങ് പ്രോസസ്സ് നടക്കും. ദാറ്റ് റെൻഡേഴ്സ് ദം അൺഫിറ്റ് ടു കണ്ടിന്യൂ ടു ഗ്രോ ആൻഡ് ഡിവൈഡ്. അങ്ങനെ ഏജ് കാരണം അവർക്ക് പിന്നീട് ഡിവിഷൻ പോസിബിൾ അല്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് ക്യാൻസർ സെൽസ് ഇതൊക്കെ ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും കാണുക, അല്ലെങ്കിൽ ഇതെല്ലാം ആബ്സെൻ്റ് ആയിരിക്കും.
ഇവിടെ നോക്കുക, നോർമൽ സെൽസ് ഒരു കൾച്ചർ പ്ലേറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഒരു കൾച്ചർ പ്ലേറ്റിൽ നോർമൽ സെൽസിൻ്റെ ഗ്രോത്ത് ആണ് കാണിച്ചിരിക്കുന്നത്. സോ ആഫ്റ്റർ ഫിനിറ്റ് നമ്പർ ഓഫ് ഡിവിഷൻ വാട്ട് വിൽ ഹാപ്പൻ? കണ്ടോ, ഒരു നോർമൽ ഒരു മോണോ ലെയർ മാത്രമാണ് ഫോം ചെയ്തിട്ടുള്ളത്, പിന്നീട് ഡിവിഷനൊന്നും നടന്നില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് ക്യാൻസർ സെൽസ് ഒരു മോണോ ലെയർ ഫോം ചെയ്ത് അതിനുശേഷം വീണ്ടും ഡിവൈഡ് ചെയ്ത് അത് ക്ലംസ് ആയിട്ട് ഫോം ചെയ്യും, അല്ലെങ്കിൽ ഒരു കോളനി അല്ലെങ്കിൽ ട്യൂമേഴ്സ് ഫോം ചെയ്യും ക്യാൻസർ സെൽസ്. നോർമൽ സെൽസിന് എന്താ പറ്റുക? ആഫ്റ്റർ ഫിനിറ്റ് നമ്പർ ഓഫ് മൈറ്റോട്ടിക് ഡിവിഷൻ ഇറ്റ് അണ്ടർഗോ ഏജിങ്, അല്ലെ ഒരു ഏജിങ് പ്രോസസ് നടക്കും. മേക്ക് ഇറ്റ് അൺഫിറ്റ് ഫോർ ഫർദർ ഡിവിഷൻ. അങ്ങനെ ഫർദർ ഡിവിഷൻ അത് അൺഫിറ്റ് ആയി പോകും. പക്ഷേ ക്യാൻസർ സെൽസിൽ ദേ കണ്ടിന്യൂസ്ലി ഡിവൈഡ്. അതിൻ്റെ ഒരു ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നോർമൽ സെൽസ്, ഇവിടെ നോക്കുക, നോർമൽ സെൽസ് സെറം ഗ്രോത്ത് ഫാക്ടേഴ്സ്. നോർമൽ സെൽസ് ആണ് സെറം ഗ്രോത്ത് ഫാക്ടേഴ്സ്. ഓക്കെ, ഇതെങ്ങനെയാണ്? ഒരു ലിമിറ്റഡ് സെറം ഗ്രോത്ത് ഫാക്ടേഴ്സ് ആബ്സെൻ്റ് ആണ്. ഓക്കെ, സോ അതിൻ്റെ ഡിവിഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ദെൻ ഇവിടെ നോക്കുക, ബ്ലൂ കളർ തന്നെ നോർമൽ സെൽസ് പ്ലസ് സെറം ഗ്രോത്ത് ഫാക്ടേഴ്സ്. നോർമൽ സെൽസ് ആണ്, അതിൽ സെറം ഗ്രോത്ത് ഫാക്ടേഴ്സും കൂടി പ്രൊവൈഡ് ചെയ്തപ്പോൾ സെൽ ഡിവിഷൻ ആദ്യം ഇൻക്രീസ് ചെയ്തു. പിന്നീട് ഒരു പർട്ടിക്കുലർ ലെവലിൽ കഴിഞ്ഞാൽ പിന്നെ ഗ്രോത്ത് ഉണ്ടോ? ഇല്ല. പിന്നെ അത് സഡൻലി ആയിട്ട് നമുക്ക് സ്ലീപ്പിംഗ് ലൈൻ ആയിട്ടാണ് കാണാനായിട്ട് പറ്റുക. ദെൻ ഇവിടെ ക്യാൻസർ സെൽസ് നോക്കാം. ക്യാൻസർ സെൽസിൻ്റെ ആബ്സെൻസ് ഓഫ് ഗ്രോത്ത് ഫാക്ടേഴ്സ്. ഗ്രോത്ത് ഫാക്ടർ ആബ്സെൻ്റ് ആകുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ആ സെല്ലിൻ്റെ നമ്പർ കൂടി വരും. And in the case of cancer cells plus serum growth factors, cancer cells serum growth factors in the presence of the വീണ്ടും അതിൻ്റെ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്ത് കണ്ടിന്യൂസ് ഇൻക്രീസ് മാത്രമാണ് കാണിക്കുന്നത്, അവിടെ ഡിക്രീസ് ഒന്നും കാണിക്കുന്നില്ല. ഓക്കെ, ഇവിടെയൊക്കെ എന്താ സംഭവിച്ചത്? നോർമൽ സെൽസിൽ ഈ കാണിച്ചിരിക്കുന്നത് നോർമൽ സെൽസ്, ഈ ദിസ് വൺ നോർമൽ സെൽസ് പ്ലസ് സെറം ഗ്രോത്ത് ഫാക്ടേഴ്സ് ആണ് കാണിച്ചിട്ടുള്ളത്. തുടക്കത്തിൽ എന്ത് പറ്റി? സെറം ഗ്രോത്ത് ഫാക്ടേഴ്സ്, അതായത് ആ സ്റ്റിമുലേറ്ററി സിഗ്നൽ ഉള്ളത് കൊണ്ട് തന്നെ ആദ്യം ഡിവിഷൻ കൂടുതലായിരുന്നു അല്ലേ, സെൽസ് ഡിവൈഡ് ചെയ്ത് നമ്പർ കൂടി. ബട്ട് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ്, ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിയുമ്പോൾ പിന്നീട് അവിടെ ഫർദർ ഡിവിഷൻസ് ഒന്നും നടന്നില്ല. നെക്സ്റ്റ് വൺ, ക്യാൻസർ സെൽസ് ആർ ഇമ്മോർട്ടൽ ബിക്കോസ് ദേ കണ്ടിന്യൂ ടു ഡിവൈഡ് ഇൻഡെഫിനിറ്റ്ലി. They are immortal എന്നാ പറയുന്നത്, അതായത് സെൽ ഡെത്ത് എന്നുള്ളൊരു പ്രോസസ്സ് അവർക്കില്ല, they continuously divide. And this difference in growth potential is often attributed to the presence of telomerase in cancer cells and its absence in normal cells. ഇങ്ങനെ കണ്ടിന്യൂസ് ഡിവിഷന് കാരണമായിട്ട് പറയുന്നത് പ്രസൻസ് ഓഫ് ടീലോമിറേസ് എൻസൈമിൻ്റെ പ്രസൻസ് ആണ് ഈ കണ്ടിന്യൂസ് ഡിവിഷൻ അല്ലെങ്കിൽ ഇമ്മോർട്ടാലിറ്റിക്ക് കാരണമായിട്ട് പറയുന്നത്. ടീലോമിറേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ടീലോമിറേസ് ക്രോമസോം പഠിച്ചപ്പോൾ അവിടെ ടീലോമിറേസിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. സോ ഈ ടീലോമിറേസ് എവിടെയാണ് കാണാം? എൻഡിലായിരിക്കും കാണാം, ക്രോമസോമിൻ്റെ എൻഡിലാണ് ടീലോമിറേസ് കാണാം. ഇതിന് ഓരോ ഡിവിഷൻ കഴിയുമ്പോഴേക്കും എന്ത് പറ്റും? ടീലോമിയർ ലെങ്ത്ത് കുറഞ്ഞു വരും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടുത്തെ കേസിൽ ടീലോമിറേസ് പ്രസൻസ് കാരണം ഈ ടീലോമിയറിൻ്റെ സൈസ് കുറയുന്നില്ല, എപ്പോഴും ടീലോമിയർ കൂടുതലായിട്ട് കാണും. അതുകൊണ്ടാണ് അതിന് ഏജ് വരാണ്ടത് കണ്ടിന്യൂസ്ലി ഡിവിഷൻ നടന്നുകൊണ്ട് പോകുന്നത്. ആൻഡ് ക്യാൻസർ സെൽസ് ആർ ജനറ്റിക്കലി അൺസ്റ്റേബിൾ. ക്യാൻസർ സെൽസ് എന്ന് പറയുന്നത് ദേ ആർ ജനറ്റിക്കലി അൺസ്റ്റേബിൾ ആൻഡ് ഓഫൺ ഹാവ് ഹൈ അബറന്റ് ക്രോമസോം കോംപ്ലിമെന്റ്സ്, എ കണ്ടീഷൻ നെയിംഡ് ആസ് അന്യൂപ്ലോയിഡി. നമ്മൾ ക്യാൻസറസ് അല്ല, ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇമ്മോർട്ടൽ ആയിട്ടുള്ള സെൽസ് അല്ലേ അവിടെ കാണുക. ആ ക്യാൻസർ സെൽസ് എടുത്ത് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്രോമസോം പാറ്റേണിൽ നോർമൽ സെൽസിനേക്കാളും ഡിഫറൻസ് കാണും. അന്യൂപ്ലോയിഡി കണ്ടീഷൻ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. ക്രോമസോം നമ്പറിൽ ഡിഫറൻസ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് റിസൾട്ട് ഫ്രം ഡിഫക്ട്സ് ഇൻ ദ മൈറ്റോട്ടിക് ചെക്ക് പോയിന്റ്. ഇങ്ങനെ ക്രോമസോമൽ അബറേഷൻസ് വരാനുള്ള കാരണം എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ഡ്യൂ ടു ഡിഫക്ട്സ് ഇൻ ദ മൈറ്റോട്ടിക് ചെക്ക് പോയിന്റ് ഓർ ദ പ്രസൻസ് ഓഫ് ആൻ അബ്നോർമൽ നമ്പർ ഓഫ് സെൻട്രോസോം, അല്ലെങ്കിൽ അബ്നോർമൽ നമ്പർ സെൻട്രോസോംസ് കാരണമാണ് ഈ അന്യൂപ്ലോയിഡി കണ്ടീഷൻസ് വരുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, നോക്കുക, ഇത് ക്യാൻസർ സെല്ലിൻ്റെ ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുക, കണ്ടോ ശരിക്കും എങ്ങനെയാണ് ഇത് കാണിച്ചിരിക്കുന്നത്? കാരിയോടൈപ്പ് ഓഫ് എ സെൽ ഫ്രം ബ്രസ്റ്റ് ക്യാൻസർ ലൈൻ ഷോയിങ് എ ഹൈലി അബ്നോർമൽ ക്രോമസോം കോംപ്ലിമെന്റ്. ഒരു നോർമൽ ഡിപ്ലോയിഡ് സെല്ലാണ്. അപ്പോൾ എങ്ങനെയാണ് കാണേണ്ടത്? ക്രോമസോം പെയർ ചെയ്താണ് കാണേണ്ടത്. ഇത് എവിടെ നിന്നാണ്? ബ്രസ്റ്റ് ക്യാൻസർ സെൽസ് ആണ് എടുത്തിരിക്കുന്നത്. ഇവിടെ കണ്ടോ 2ന് പകരം 3 ഉണ്ട്. ഇവിടെയും 3rd സെറ്റിൽ 3 ഉണ്ട്, 4th 3 ഉണ്ട്. ക്രോമസോം നമ്പറിലൊക്കെ ചേഞ്ച് കാണാനായിട്ട് പറ്റും.
ദിസ് ഈസ് നോൺ ആസ് ദ അന്യൂപ്ലോയിഡി കണ്ടീഷൻ. സോ ക്യാൻസർ സെൽസിൽ എന്താണ് ജനറ്റിക് ചേഞ്ചും ഒബ്സർവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. This is a normal karyotype, then this one is the cancer karyotype. ഒബ്സർവ് ചെയ്യാം. നോർമലിൽ എങ്ങനെയാണ് കണ്ടോ, രണ്ടെണ്ണമാണ് ഏകദേശം ഇതുപോലെയാണ് കാണുന്നത്. ഇവിടെയൊക്കെ എന്ത് പറ്റി, ഇവിടെയൊക്കെ ക്രോമസോം നമ്പറിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ആൻഡ് ക്യാൻസർ സെൽസിനുള്ള വേറൊരു പ്രോപ്പർട്ടിയാണ് പ്രൊട്ടക്ഷൻ ഫ്രം അപ്പോപ്ടോസിസ്. അപ്പോപ്ടോസിസ് എന്ന സെൽ ഡെത്ത്, സെൽ ഡെത്തിൽ നിന്നും പ്രൊട്ടക്ഷൻ. സോ സെൽ ഡെത്ത് നടക്കില്ല. Protection from apoptosis is another important hallmark that distinguishes many cancer cells from normal cells. Once normal cells എങ്ങനെയാണ് എന്തെങ്കിലും ഗ്രോത്ത് ഫാക്ടേഴ്സ് ഒക്കെ ആബ്സെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അപ്പോപ്ടോസിസ് സിഗ്നൽസ് ആക്ടിവേറ്റഡ് ആവും, അങ്ങനെ സെൽ ഡെത്തിന് കാരണമാവും. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ക്യാൻസർ ഗ്രോത്ത് ഫാക്ടേഴ്സ് പ്രസൻ്റ് ആണോ ആബ്സെൻ്റ് ആണോ എന്നുള്ളത് സെൽ ഡിവിഷൻ ഒരു മാറ്ററേ അല്ല, അല്ലെങ്കിൽ ഒരു ഫാക്ടേ അല്ല. ആൻഡ് ദ ക്യാൻസർ സെൽസ് ഓഫൺ ഡിപ്പെൻഡ് ഓൺ ഗ്ലൈക്കോളിസിസ് which is considered an anaerobic metabolic pathway. This property may reflect the high metabolic requirement of cancer cells and an inadequate blood supply within the tumor. Okay, ഇവിടെ പറയുന്നത് ക്യാൻസർ സെൽസിലെ മെറ്റബോളിക് റാപ്പിഡായിട്ട് ഡിവിഷൻ നടന്നുകൊണ്ടിരിക്കുക. സോ അതിനാവശ്യമായിട്ടുള്ള എനർജി കിട്ടിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന എനർജിക്ക് വേണ്ടി ഇവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഗ്ലൈക്കോളിസിസ് പാത്വേനെയാണ്. ഏതാണ് ഗ്ലൈക്കോളിസിസ്? അനേറോബിക് മെറ്റബോളിക് പാത്വേ ആണ്. ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് അനേറോബിക് മെറ്റബോളിക് പാത്വേ ആണ്. അതിനാണ് ക്യാൻസർ സെൽസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആൻഡ് ട്യൂമേഴ്സ് ആർ ക്യാരക്ടറിസ്റ്റിക്കലി ഹൈപ്പോക്സിക് എന്നാണ് പറഞ്ഞത്. അവിടെ എങ്ങനെയായിരിക്കും ഓക്സിജൻ സപ്ലൈ എന്ന് പറയുന്നത് കുറവായിരിക്കും. സോ ടു ഗ്രോ ദേ നീഡ് ബ്ലഡ് സപ്ലൈ ടു ദാറ്റ് ദേ ഇൻഡ്യൂസ് ഗ്രോത്ത് ഓഫ് ബ്ലഡ് വെസൽസ് ഇൻ ടു ദ ട്യൂമേഴ്സ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഗ്രോത്ത് നടക്കണമെന്നുണ്ടെങ്കിൽ ബ്ലഡ് സപ്ലൈ ആവശ്യമാണ് അല്ലേ. ഇനഫായിട്ടുള്ള ബ്ലഡ് സപ്ലൈ ഉണ്ടെങ്കിലാണ് അവർക്ക് ഓക്സിജനൊക്കെ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ ആ ബ്ലഡിലൂടെ. ആൻഡ് അതുകൊണ്ട് എന്ത് സംഭവിക്കും, ആ ട്യൂമറുള്ള ഭാഗത്തോട്ട് കൂടുതലായിട്ട് ബ്ലഡ് വെസൽസ് ഒക്കെ മൂവ് ചെയ്യും, അല്ലെങ്കിൽ പുതിയ ബ്ലഡ് വെസൽസ് ഒക്കെ അങ്ങോട്ട് ഫോം ചെയ്യും. ആൻഡ് അണ്ടർ ദ കണ്ടീഷൻസ് ഓഫ് ഹൈപ്പോക്സിയ, reduced oxygen, cancer cell activate a transcription factor called HIF. Reduced oxygen എന്നുള്ള കണ്ടീഷനിൽ എന്ത് സംഭവിക്കും, ക്യാൻസർ സെൽസ് ആക്ടിവേറ്റ് ദ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ കോൾഡ് HIF that induce the formation of new blood vessels. അതെന്തിന് കാരണമാവും, ന്യൂ ബ്ലഡ് വെസൽസിൻ്റെ ഫോർമേഷൻ. ആൻഡ് പ്രൊമോട്ട്സ് ദ മൈഗ്രേറ്ററി പ്രോപ്പർട്ടീസ് ഓഫ് ദ സെൽസ്. അങ്ങനെ സെല്ലിൻ്റെ മൈഗ്രേറ്ററി പ്രോപ്പർട്ടി പ്രൊമോട്ട് ചെയ്യും അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യും. വിച്ച് മേ കോൺട്രിബ്യൂട്ട് ടു ദ സ്പ്രെഡ് ഓഫ് ദ ട്യൂമർ. അങ്ങനെ ബ്ലഡ് വാസ്കുലർ സിസ്റ്റം വഴി എന്ത് പറ്റും, ആ ക്യാൻസർ സെൽസ് ഡിഫറെൻറ്റ് ലൊക്കേഷൻസിലോട്ട് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. ആൻഡ് യൂഷ്വലി ലെസ് വെൽ ഡിഫറൻഷിയേറ്റഡ് ദാൻ നോർമൽ സെൽസ്. ഹൈ ന്യൂക്ലിയസ് ടു സൈറ്റോപ്ലാസം റേഷ്യോ. ഇവിടെ എങ്ങനെയാണ് ക്യാൻസർ സെൽസ് നോക്കിക്കഴിഞ്ഞാൽ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ലാർജ് സൈസ് ആയിരിക്കും, അല്ലെങ്കിൽ ന്യൂക്ലിയസ് സൈറ്റോപ്ലാസ്മിക് റേഷ്യോ ഹൈ ആയിരിക്കും. ആൻഡ് പ്രോമിനൻറ്റ് ന്യൂക്ലിയ, വലിയ ന്യൂക്ലിയ ആയിരിക്കും. ഇൻക്രീസ്ഡ് ഫ്രീക്വൻസി ഓഫ് മൈറ്റോട്ടിക് സെൽസ്, അതായത് ഡിവൈഡിങ് സെൽസിൻ്റെ നമ്പർ കൂടുതലായിരിക്കും. ആൻഡ് ദേ ആർ ഡിഫറെൻറ്റ് ഇൻ അപ്പിയറൻസ്. ഫോം ചെയ്യുന്ന എല്ലാ സെൽസും ഒരുപോലെ ആയിരിക്കും ഇരിക്കുക, അല്ല, ദേ ആർ ഡിഫറെൻറ്റ് ഇൻ അപ്പിയറൻസ്. the protein composition difference വരുമെന്നാണ് പറയുന്നത്. They also possess an unusual energy generating mechanism. ഇവിടെ എനർജി ജനറേറ്റിംഗ് മെക്കാനിസം എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഗ്ലൈക്കോളിസിസ് എന്നാണ് പറയുന്നത്. നോർമൽ സെൽസ് റിലൈസ് ഓൺ മൈറ്റോകോൺഡ്രിയൽ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. നോർമൽ സെൽസിന് എനർജി ഡിപ്പെൻഡൻസ് എവിടെയാണ്, മൈറ്റോകോൺഡ്രിയയിൽ നടക്കുന്ന ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ വഴിയാണ് എനർജി, അല്ലെങ്കിൽ എനർജിക്ക് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് മൈറ്റോകോൺഡ്രിയയാണ്. ഓക്കെ, ക്രബ് സൈക്കിൾ വഴി 36 ATPs എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ക്യാൻസർ സെൽസ് ദേ ആർ റാപ്പിഡ്ലി ഡിവൈഡിങ് സെൽസ്. അതുകൊണ്ട് തന്നെ ഓൺലി അണ്ടർ അനേറോബിക് കണ്ടീഷൻ ഡു നോർമൽ സെൽസ് അണ്ടർഗോ അനേറോബിക് ഗ്ലൈക്കോളിസിസ് ആൻഡ് പ്രൊഡ്യൂസ് ലാർജ് എമൗണ്ട് ഓഫ് ലാക്ടേറ്റ്. നോർമൽ സെൽസിൽ അനേറോബിക് കണ്ടീഷനിൽ മാത്രമാണ് അവർ ഗ്ലൈക്കോളിസിസിനെ ഡിപ്പെൻഡ് ചെയ്യുക. ബട്ട് ഇൻ ദ കേസ് ഓഫ് ക്യാൻസർ സെൽസിൻ്റെ കേസിലോ അവർ ഓക്സിജൻ്റെ പ്രസൻസിലും ആബ്സെൻസിലും എന്തിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, ഗ്ലൈക്കോളിസിസിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുക. Most cancer cells rely on glycolysis for energy production irrespective of oxygen levels.
എന്താണ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്? ദേ ഡിപ്പെൻഡ് ഓൺ ഗ്ലൈക്കോളിസിസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഓക്സിജൻ കോൺസെൻട്രേഷൻ ഓർ ദ ഓക്സിജൻ ലെവൽ. And the use of glycolysis to produce energy even in the presence of oxygen is called aerobic glycolysis. So cancer cells oxygen presence-ilum absence-ilum they depend on glycolysis for energy. So avade endakke glycolysis nadakkum? Anaerobic glycolysis nadakkum, aerobic glycolysis nadakkum. And it was discovered first in cancer cells called Warburg effect. Ee effect ineyana Warburg effect. അതായത് സെൽസിൽ ഓക്സിജൻ്റെ പ്രസൻസിലും എന്ത് നടക്കുന്നുണ്ട്? ഗ്ലൈക്കോളിസിസ് നടക്കുന്നുണ്ട്, എയറോബിക് ഗ്ലൈക്കോളിസിസ് ഇവന്റ്. ആൻഡ് ദാറ്റ് ഫിനോമിനൻ ഈസ് കോൾഡ് വാർബർഗ് ഇഫക്റ്റ്. ഇറ്റ് വാസ് ഡിസ്കവേർഡ് ഫസ്റ്റ് ഇൻ ക്യാൻസർ സെൽസ് ആൻഡ് ഇറ്റ് ഈസ് നോൺ ബൈ ദ നെയിം വാർബർഗ് എഫക്റ്റ്. വാർബർഗ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിപ്പെൻഡൻസ് ഓൺ ഗ്ലൈക്കോളിസിസ് ഈവൻ ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ്റെ പ്രസൻസിലും എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഗ്ലൈക്കോളിസിസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് വാർബർഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് കാണിച്ചിരിക്കുന്നത്. ഇൻ ഡിഫറൻഷിയേറ്റഡ് ടിഷ്യൂസ്. ഡിഫറൻഷിയേറ്റഡ് ടിഷ്യൂസ് ഇത് നോർമൽ സെൽസ് ആണ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ നോർമൽ സെൽസിൽ എന്താ സംഭവിക്കുക? ഗ്ലൂക്കോസ് പൈറുവേറ്റ് ആവും, പൈറുവേറ്റ് ലാക്ടേറ്റ് ആവും. ഗ്ലൈക്കോലിറ്റിക് പാത്വേ, അനേറോബിക് ഗ്ലൈക്കോളിസിസ് അല്ലേ? ആൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ, ഓക്സിജൻ്റെ പ്രസൻസിൽ എന്താ സംഭവിക്കുക? ഗ്ലൂക്കോസ് പൈറുവേറ്റ് ആവും, പൈറുവേറ്റ് പിന്നീട് സിട്രിക് ആസിഡ് സൈക്കിളിലോട്ട് അല്ലേ മൈറ്റോകോൺട്രിയയിൽ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ നടന്ന് അറൌണ്ട് 36 ATP ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ക്യാൻസർ സെൽസ്, അതായത് പ്രൊളിഫറേറ്റീവ് സെൽസ് അല്ലാന്നുണ്ടെങ്കിൽ ട്യൂമേഴ്സിലൊക്കെ എന്താ സംഭവിക്കുക? ഇൻ ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ, അവിടെ ഓക്സിജൻ പ്രസന്റ് ആണോ ആബ്സെന്റ് ആണോ എന്നുള്ളതൊരു മാറ്റർ അല്ല. അവിടെ എന്താ സംഭവിക്കുക? സോൾലി ഡിപ്പെൻഡ് ഓൺ ഗ്ലൈക്കോളിസിസ്. അവിടെ ഗ്ലൈക്കോളിസിസിനെ ആയിരിക്കും എനർജിക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുക. സോ ഗ്ലൂക്കോസ് പൈറുവേറ്റ് ആവും, ലാക്ടേറ്റ്. പിന്നെ അവിടെ എന്താണ് സംഭവിക്കുന്നത്? എയറോബിക് ഗ്ലൈക്കോളിസിസ് വിൽ ഒക്കർ. എയറോബിക് ഗ്ലൈക്കോളിസിസ്, എയറോബിക് ആൻഡ് അനേറോബിക് ഗ്ലൈക്കോളിസിസ്. ആൻഡ് എയറോബിക് ഗ്ലൈക്കോളിസിസിനെയാണ് എന്തെന്ന് വിളിക്കുക? വാർബർഗ് ഇഫക്റ്റ്. വാർബർഗ് ഇഫക്റ്റ് വിച്ച് മീൻസ് ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ഓൾസോ ഇറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ ഗ്ലൈക്കോളിസിസ്. And as long as the growth of the tumor remains localized, the disease can usually be treated and cured and can be removed surgically. ഇവിടെ പറയുന്നത് ട്യൂമറിൻ്റെ പൊസിഷൻ എന്നുണ്ടെങ്കിൽ അതൊരു പർട്ടിക്കുലർ പൊസിഷനിൽ മാത്രം മെറ്റാസ്റ്റാസിസ് പ്രോപ്പർട്ടി ഒന്നും കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ട്യൂമറിനെ സർജിക്കലി റിമൂവ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. as long as the growth of the tumor remains localized, the disease can usually be treated and cured and can be removed surgically. And malignant one will metastasize and that are no longer amenable to സർജിക്കൽ റിമൂവൽ. മാലിഗ്നൻറ്റ് ട്യൂമേഴ്സ്, രണ്ട് ടൈപ്പ് ട്യൂമേഴ്സ് ഉണ്ട്, ബിനൈൻ ആൻഡ് മാലിഗ്നൻറ്റ്. ബിനൈൻ എന്ന് പറയുന്നത് അതെവിടെയാണോ അതിൻ്റെ സ്റ്റാർട്ടിങ് പൊസിഷൻ അല്ലെങ്കിൽ പാരൻറ്റ് പൊസിഷൻ എവിടെയാണോ അവിടെ തന്നെയായിരിക്കും അത് കാണാം, വേറെ എങ്ങോട്ടും മൈഗ്രേറ്റ് ചെയ്യപ്പെടില്ല. അങ്ങനെയുള്ള കണ്ടീഷനിൽ എന്ത് പറ്റും? അതിനെ സർജിക്കലി റിമൂവ് ചെയ്ത് നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും, ക്യൂർ പോസിബിൾ ആയിരിക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് മാലിഗ്നൻറ്റ് ട്യൂമേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത they will metastatize. അത് ഡിഫറെൻറ്റ് പൊസിഷനിലോട്ട് മൂവ് ചെയ്ത് അവിടെയൊക്കെ കോളനീസ് ഫോം ചെയ്യും. ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ ദേ ക്യാൻ നോട്ട് ബി റിമൂവ്ഡ് ബൈ സർജറി. സർജിക്കൽ റിമൂവൽ പോസിബിൾ അല്ല ഇൻ ദ കേസ് ഓഫ് മാലിഗ്നൻറ്റ് ട്യൂമേഴ്സ്. Then overview of changes in cells that cause cancer. ക്യാൻസർ സെൽസിൽ കാണുന്ന ചേഞ്ചസ് ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ദ റെസിസ്റ്റ് സെൽ ഡെത്ത് അല്ലേ, അപ്പോപ്റ്റോസിസ് നടക്കുമോ? ഇല്ല. സസ്റ്റെയിൻ പ്രൊളിഫറേറ്റീവ് സിഗ്നലിംഗ്, എപ്പോഴും സെല്ല് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇവേഡ് ഗ്രോത്ത് സപ്രസേഴ്സ്, ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ഫാക്ടേഴ്സ് വന്നാലും അതിൻ്റെ ഒന്നും കൺട്രോളിൽ വരില്ല, സെൽസ് കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്യും. ആക്ടിവേറ്റ് ഇൻവേർഷൻ ആൻഡ് മെറ്റാസ്റ്റാസിസ്, ലിംഫാറ്റിക് സിസ്റ്റം അതുപോലെ തന്നെ ബ്ലഡ് വെസൽസ് ഒക്കെ അല്ലെങ്കിൽ ബ്ലഡ് വാസ്കുലർ സിസ്റ്റം വഴി അത് ഇൻവേഡ് ചെയ്ത് വേറെ റീജിയനിൽ പോയി സെക്കൻഡറി ട്യൂമേഴ്സിൻ്റെ പ്രൊഡക്ഷന് കാരണമാവും. ആൻഡ് എനേബിൾ റിപ്ലിക്കേറ്റീവ് ഇമ്മോർട്ടാലിറ്റി. ദെൻ ഇൻഡ്യൂസ് ആൻജിയോജനസിസ്. ആൻജിയോജനസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് വെസൽ ഫോർമേഷൻ. അങ്ങോട്ട് കൂടുതൽ ബ്ലഡ് വെസൽസിൻ്റെ പുതിയ ബ്ലഡ് വെസൽസിൻ്റെയൊക്കെ ഫോർമേഷന് ഇൻക്രീസ് ചെയ്യും. എന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ കൂട്ടും, അതിൻ്റെയൊക്കെ പ്രോപ്പർട്ടി കൂടും. കൂടുതൽ ബ്ലഡ് വെസൽസ് ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലോട്ട് ഫോം ചെയ്യും. ഇൻവേർഷൻ ആൻഡ് മെറ്റാസ്റ്റാസിസ് ആർ ലേറ്റ് സ്റ്റേജസ് ഓഫ് ട്യൂമറോജനസിസ്.
ട്യൂമറോജനസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് ട്യൂമർ. ട്യൂമറിന്റെ ഫോർമേഷനെയാണ് നമ്മൾ ട്യൂമറോജനസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് ട്യൂമർ. അതിൽ തന്നെ ഇൻവേർഷൻ അതുപോലെ മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നത് ട്യൂമർ ഫോർമേഷൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ വരുന്ന ഇവൻറ്റ്സ് ആണ് ഇൻവേർഷനും മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നത്. 2 ടൈപ്പ് ട്യൂമേഴ്സ് ആണ് വരുന്നത്. ഏതൊക്കെയാണ്? ബിനൈൻ ട്യൂമേഴ്സ് ആൻഡ് മാലിഗ്നന്റ് ട്യൂമേഴ്സ്. ബിനൈൻ ആൻഡ് മാലിഗ്നന്റ് ട്യൂമേഴ്സ്. മാലിഗ്നന്റ് ട്യൂമർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഹാസ് എ കപ്പാസിറ്റി ടു മെറ്റാസ്റ്റാസൈസ്. മെറ്റാസ്റ്റാസിസ് പോസിബിൾ ആയിട്ടുള്ള ട്യൂമേഴ്സ് ആണ് മാലിഗ്നന്റ് ട്യൂമേഴ്സ് എന്ന് പറയുന്നത്. So cancer cells can penetrate basement membrane using a cell protrusion called invadipodium. ക്യാൻസർ സെൽസിന് ഇൻവേർഡ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. അതായത് അതിൻ്റെ ഒരു പാരൻ്റൽ പൊസിഷൻ, ഇതാണ് പാരൻ്റൽ പൊസിഷൻ എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വേറൊരു റീജിയനിലോട്ട് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിംഫാറ്റിക് സിസ്റ്റത്തിലോട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ബ്ലഡ് വാസ്കുലർ സിസ്റ്റത്തിലോട്ടോ ഇൻവേഡ് ചെയ്യണം. അതിനെയാണ് ഇൻവേഷൻ ഉണ്ട്. സോ ഇൻവേഡിങ് അല്ലെങ്കിൽ ആ ഇൻവേഷന് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറിനെയാണ് ഇൻവേഡിപ്പോഡിയം. ഒരു സെൽ പ്രൊട്രൂഷൻ ആണ്. എന്താണ്? ഇൻവേഡിപ്പോഡിയം വിച്ച് ഹെൽപ്സ് ഇൻ ഇൻവേർഷൻ ആൻഡ് ടു മൈഗ്രേറ്റ് ടു ഡിസ്റ്റൻറ്റ് സൈറ്റ്സ് എപ്പിത്തീലിയൽ ടു മീസെൻകൈമൽ ട്രാൻസിഷൻ. അങ്ങനെയാണ് അത് ഡിഫറെൻറ്റ് പൊസിഷനിലോട്ട് അല്ലെങ്കിൽ റീജിയനിലോട്ട് മൂവ് ചെയ്യുന്നത്. ഒന്നുകൂടി നോക്കാം. Cancer cells can penetrate basement membrane using a cell protrusion called invadipodium and to migrate to distant sites epithelial to mesenchymal transition. ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്? ഇറ്റ് ഈസ് ദ ഇൻവേഡിപ്പോഡിയം. ഈ കാണിച്ചിരിക്കുന്നത് ദിസ് ഈസ് ദ പ്രൈമറി ട്യൂമർ. പ്രൈമറി ട്യൂമർ എന്ന് പറഞ്ഞാൽ ആ ഒറിജിൻ പ്ലേസ് ആണ് പ്രൈമറി ട്യൂമർ എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് കാർസിനോമ സെൽസ് ഉണ്ട്, ക്യാൻസറസ് ആയിട്ടുള്ള സെൽസ് ഉണ്ട്. ദെൻ എന്താ പറയുക? ഇറ്റ് ഹാസ് ദ കപ്പാസിറ്റി ടു ഇൻവേഡ് അല്ലെ, ആ ബേസ്മെന്റ് മെംബ്രെയിനിൽ കൂടെയൊക്കെ ഇൻവേഡ് ചെയ്ത് വരാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. ദെൻ ആ ഇൻവേഷന് ഹെൽപ്പ് ചെയ്യുന്നത് ഈ കാണുന്ന പ്രൊട്രൂഷൻസ് ആണ്. ആൻഡ് നോൺ ബൈ ദ നെയിം ഇൻവേഡിപ്പോഡിയ. ഇൻവേഡിപ്പോഡിയ എന്ത് ചെയ്യും? ഡിഗ്രഡേഷൻ ഓഫ് ദ ബേസ്മെന്റ് മെംബ്രെയിൻ. ഈ ബേസ്മെന്റ് മെംബ്രെയിനെ ഡിഗ്രേഡ് ചെയ്യും. ഡിഗ്രേഡ് ചെയ്തിട്ട് കണ്ടോ അത് മൈഗ്രേറ്റ് ചെയ്ത് എങ്ങോട്ട് എത്തും? ബ്ലഡ് വാസ്കുലർ സിസ്റ്റത്തിലോട്ട് എത്തും. ഈ ബ്ലഡിൻ്റെ എൻഡോത്തീലിയൽ സെൽസും കൂടി എന്താ ചെയ്യുക? ഈ ഇൻവേഡിപ്പോഡിയം അതിനെ ഡിസ്ട്രക്ട് ചെയ്ത് അല്ലെങ്കിൽ ഡിഗ്രേഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് ചെല്ലും, ഈ വാസ്കുലർ സിസ്റ്റത്തിലോട്ട് മൂവ് ചെയ്യും. സോ ബേസ്മെന്റ് മെംബ്രെയിനെ ഡിഗ്രേഡ് ചെയ്യാനും അതുപോലെ തന്നെ ബ്ലഡ് വെസൽസിൻ്റെ ബേസ്മെന്റ് മെംബ്രെയിനെ ഡിഗ്രേഡ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നത്, ക്യാൻസർ സെൽസിനെ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറാണ് ഇൻവേഡിപ്പോഡിയം. എന്താണ്? ഇൻവേഡിപ്പോഡിയം. വൺസ് ഇത് സർക്കുലേഷനിൽ എത്തിയാൽ എന്ത് പറ്റും? ആ സർക്കുലേറ്ററി മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആ ബ്ലഡിൽ കൂടെ ഡിഫറെൻറ്റ് ലൊക്കേഷൻസിലോട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റും. മൈഗ്രേഷൻ ഓൺ ECM എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സിൽ ഇതിൻ്റെ മൂവ്മെൻ്റ് ആണ് ഈ കാണുന്നത്. കണ്ടോ? ദിസ് ഈസ് ദ ഇൻവേഡിപ്പോഡിയം. ഈ ഇൻവേഡിപ്പോഡിയം വെച്ചിട്ടാണിത് എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സിലോട്ട് ദെൻ ഫ്യൂസ് ചെയ്യും. കണ്ടൻസ് ഇതോട്ട് പുതിയൊരു ലൊക്കേഷനിലോട്ട് മൂവ് ചെയ്യും. ദിസ് ഈസ് ദ ഇൻവേഷൻ പ്രോസസ്സ്. ഇങ്ങനെയാണ് ഇൻവേഷൻ നടക്കുന്നത്. ഇൻവേഷന് ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്? ഇറ്റ് ഈസ് ദ ഇൻവേഡിപ്പോഡിയം, ദ സ്ട്രക്ചർ വിച്ച് ഹെൽപ്സ് ഇൻ ഇൻവേർഷൻ. ദെൻ അതെന്താ ചെയ്യുക? ത്രൂ ദിസ് വാസ്കുലർ സിസ്റ്റം, ലിംഫാറ്റിക് സിസ്റ്റം ആവാം, അല്ലെന്നുണ്ടെങ്കിൽ ബ്ലഡ് വാസ്കുലർ സിസ്റ്റം വഴി ഡിഫറെൻറ്റ് ലൊക്കേഷൻസിലോട്ട് മൂവ് ചെയ്തിട്ട് അവിടെ ചെന്ന് വീണ്ടും ഇൻവേഡിപ്പോഡിയം യൂസ് ചെയ്തിട്ട് എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് വഴി അവിടെ വീണ്ടും കോളനീസ് ഫോം ചെയ്യും. ഇങ്ങനെ ഫോം ചെയ്യുന്നതാണ് സെക്കൻഡറി ട്യൂമേഴ്സ്. ഇത് ഏതിൻ്റെ പ്രോപ്പർട്ടിയാണ്? മാലിഗ്നന്റ് ട്യൂമേഴ്സ് അല്ലെങ്കിൽ മാലിഗ്നന്റ് സെൽസിൻ്റെ പ്രോപ്പർട്ടിയാണ് ഈ മെറ്റാസ്റ്റാസൈസ് എന്ന് പറയുന്നത്. മെറ്റാസ്റ്റാറ്റൈസ്. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാൻസർ. ഇപ്പം നമ്മൾ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ക്യാൻസറാണ് പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു? അൺകൺട്രോളബിൾ സെൽ ഡിവിഷൻ ആയിരിക്കും. അൺകൺട്രോളബിൾ സെൽ ഡിവിഷൻ അതായത് സെൽ ഗ്രോത്ത് ഫാക്ടേഴ്സിൻ്റെ പ്രസൻസിൽ അല്ലെങ്കിൽ ആബ്സെൻസ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഗ്രോത്ത് ഫാക്ടേഴ്സ് ദേ വിൽ ഡിവൈഡ്, ദേ കണ്ടിന്യൂസ്ലി ഡിവൈഡ് എന്നാണ് പറയുന്നത്. ദെൻ എന്താണ്? സെല്ലുലാർ കൺട്രോൾ ആക്ടിവിറ്റീസ്, അതായത് അപ്പോപ്ടോസിസ് ഒക്കെ ഇതെന്ത് ചെയ്യും? ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. ആബ്സെൻസ് ഓഫ് അപ്പോപ്ടോസിസ്. ദെൻ പ്രസൻസ് ഓഫ് ടീലോമിറേസ്. ടീലോമിറേസിൻ്റെ പ്രസൻസ് കാരണം ടീലോമിയറിൻ്റെ ലെങ്ത് കുറയില്ല. ടീലോമിയർ ലെങ്ത് കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സെല്ല് ഡിവൈഡ് ചെയ്താലും ടീലോമിയറിൻ്റെ ലെങ്ത് അതുപോലെ തന്നെ നിൽക്കും. നോർമൽ സെൽസിൽ എങ്ങനെയാണ്?
ഡിവൈഡ് ചെയ്യുമ്പോൾ ക്രോമസോമിലുള്ള ടീലോമിയർ ലെങ്ത് കുറഞ്ഞു വരും. വൺസ് ടീലോമിയർ ലെങ്ത് ഒരുപാട് കുറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ക്രോമസോമിന് ഡാമേജ് ഉണ്ടാക്കും. അത് ആ സെല്ലിൻ്റെ ഡെത്തിന് കാരണമാവും. ക്യാൻസറസ് സെൽസിലെ ടീലോമിയറിൻ്റെ ലെങ്ത് കുറയാത്തത് കൊണ്ട് തന്നെ അതിന് ഏജ് വരുന്നില്ല, സെൽസ് ഏജ്ഡ് ആവുന്നില്ല. സോ ദേ കണ്ടിന്യൂസ്ലി ഡിവൈഡ് എന്നാണ് പറയുന്നത്. ആൻഡ് ദേ ഡിപ്പെൻഡ് ഓൺ ഗ്ലൈക്കോളിസിസ്. എനർജിക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓക്സിജൻ്റെ പ്രസൻസിലും ആബ്സെൻസിലും ക്യാൻസറസ് സെൽസ് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക? ഗ്ലൈക്കോളിസിസ് പാത്വേ, എയറോബിക് ഗ്ലൈക്കോളിസിസ് ആൻഡ് അനേറോബിക് ഗ്ലൈക്കോളിസിസ് ആണെന്ന് പറഞ്ഞു എനർജി ഡിപ്പെൻഡൻറ്റ്. ദെൻ എയറോബിക് ഗ്ലൈക്കോളിസിസിനെ വിളിച്ച പേരാണ് വാർബർഗ് എഫക്റ്റ്. വാർബർഗ് എഫക്റ്റ് എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ ഇൻവേഷൻ ആൻഡ് മെറ്റാസ്റ്റാസൈസ് പ്രോപ്പർട്ടി കാണിക്കും. ഇൻവേഷന് ഹെൽപ്പ് ചെയ്യുന്നത് ഇൻവേഡിപ്പോഡിയം. ഏതാണ്? ഇൻവേഡിപ്പോഡിയം ആണ് നമ്മൾ പറഞ്ഞു. ഇത്രയൊക്കെയാണ് ബേസിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാൻസർ. ക്യാൻസർ ടൈപ്സ് നോക്കിക്കഴിഞ്ഞാൽ ക്ലിനിക്കലി ക്യാൻസർ ഈസ് ക്ലാസിഫൈഡ് ബൈ ദെയർ എംബ്രിയോണിക് ടിഷ്യൂസ് ഓഫ് ഒറിജിൻ. ഏത് എംബ്രിയോണിക് ടിഷ്യൂസിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്ത് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ക്യാൻസറിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ആൻഡ് ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു കാർസിനോമാസ് ആൻഡ് സാർക്കോമ. രണ്ട് ടൈപ്പ് ക്യാൻസർ ആണ് പറയുന്നത്. ദേ ആർ കാർസിനോമ ആൻഡ് സാർക്കോമ. കാർസിനോമ ആൻഡ് സാർക്കോമ. ഇൻ ദ കേസ് ഓഫ് കാർസിനോമ they derive from epithelium such as the endoderm, gut epithelium, or the ectoderm, skin and neural epithelia. So carcinoma എന്ന് പറഞ്ഞാൽ എന്താണ്? They derive from epithelium such as the endoderm and ectoderm, gut epithelium അതുപോലെ skin and neural epithelium ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതാണ് കാർസിനോമ എന്ന് പറയുന്നത്. Then sarcoma means if they are derived from mesoderm. Mesoderm അതായത് മസിൽ ബ്ലഡ് ആൻഡ് കണക്റ്റീവ് ടിഷ്യൂ പ്രീക്കേഴ്സേഴ്സ് ഇതിൽ നിന്നൊക്കെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സാർക്കോമ എന്ന് വിളിക്കും. സോ ബേസ്ഡ് ഓൺ ദ embryonical tissue of origin, they are classified into two. They are carcinomas and sarcoma. Carcinomas എന്ന് പറഞ്ഞാൽ അവിടെ ectoderm and endoderm ആയിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവുക. And in the case of sarcoma derived from the mesoderm. And leukemia. ലുക്കീമിയ അല്ലേ, ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്യുക. സോ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സാർക്കോമ എന്ന് പറയുന്നത്. ലുക്കീമിയ ഈസ് എ ക്ലാസ് ഓഫ് സാർക്കോമ ഗ്രോസ് ഇൻഡിവിജ്വൽ സെൽസ് ഇൻ ദ ബ്ലഡ്. ബ്ലഡിലെ ഇൻഡിവിജ്വൽ സെൽസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, വൈറ്റ് ബ്ലഡ് സെൽസ് കൂടുന്നതാണ് ലുക്കീമിയ എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ആർ ദ കോസസ് ഓഫ് ക്യാൻസർ? എന്തൊക്കെയാണ് ക്യാൻസറിൻ്റെ കോസസ് എന്നാണ് പറയുന്നത്. വാട്ട് ആർ ദ കോസസ് ഓഫ് cancer? In 1770 the Percival Pott, the Percival Pott made the first known correlation between environmental agent and the development of cancer. ക്യാൻസറിൻ്റെ ഡെവലപ്മെൻറ്റും എൻവയോൺമെൻറ്റൽ ഏജൻസും തമ്മിലുള്ള ആ കോറിലേഷൻ സ്റ്റഡി ചെയ്ത ഫസ്റ്റ് സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് പെർസിവൽ പോട്ടാണ്. പെർസിവൽ പോട്ട് who first made an attempt or correlation between environmental agent and the development of cancer. Then cancer causing chemicals ഇനെയാണ് carcinogenic chemicals എന്ന് പറയുക, അല്ലെങ്കിൽ substances which cause cancer ആണ് carcinogens എന്ന് പറയുന്നത്. And the chemicals which cause cancer is known by the name carcinogenic chemicals. Then അതുപോലെ ionizing radiations, ultraviolet and a variety of DNA and RNA containing viruses. ഇതെല്ലാം എന്തിന് കാരണമാവുന്നുണ്ട്? ക്യാൻസറിന്. കാർസിനോജനിക് ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ട്, അയണൈസിങ് റേഡിയേഷൻസ് ഉണ്ട്, അതുപോലെ അൾട്രാവയലറ്റ് റേഡിയേഷൻ ആൻഡ് എ വെറൈറ്റി ഓഫ് DNA ആൻഡ് RNA containing viruses. വൈറസസ് കോസിങ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ചില വൈറസസ് ക്യാൻസറിന് കാരണമാവുന്നുണ്ട്. A number of viruses can infect mammalian cells growing in cell culture, transforming them into cancer cells. ചില വൈറസസിനെ നോർമൽ സെൽസിനെ ക്യാൻസർ സെല്ലായിട്ട് മാറ്റാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. And these viruses are broadly divided into DNA tumor viruses and RNA tumor viruses. So viruses which cause tumor or cancer can be classified into two. എങ്ങനെയാണ്? DNA tumor viruses എന്നും RNA tumor viruses എന്നും, based on the nucleic acid found within the mature virus particle. സോ ഏതാണ് അതിൻ്റെ ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ട് രണ്ട് ടൈപ്പ് വൈറസസ് ഉണ്ട്. ക്യാൻസർ കോസിങ് വൈറസസ് ഉണ്ട്, DNA വൈറസസ് ആൻഡ് RNA വൈറസസ്. DNA വൈറസസിന് എക്സാമ്പിളാണ്
polyoma virus, simian virus 40, adenovirus and herpes like viruses. ഇതൊക്കെ എന്ത് ചെയ്യും? നോർമൽ സെൽസിനെ എന്തായിട്ട് മാറ്റും? ക്യാൻസർ സെൽസ് ആയിട്ട് മാറ്റാനുള്ള കപ്പാസിറ്റി ഉള്ള DNA വൈറസസ് ആണ് പോളിയോമ വൈറസ്, സിമിയൻ വൈറസ് 40, അഡിനോ വൈറസ് ആൻഡ് ദ ഹെർപ്പിസ് ലൈക്ക് വൈറസ്. RNA ട്യൂമർ വൈറസിന് എക്സാമ്പിൾ ആണ് റിട്രോ വൈറസ്. The tumor virus can transform cells because they carry genes whose product interfere with the cell's normal growth regulating activities. എന്തുകൊണ്ടാണ് ഈ വൈറസസിനെ ട്യൂമർ വൈറസസ് എന്ന് വിളിക്കുന്നതിന് കാരണം എന്താണ്? They carry genes whose products interfere with the cell's normal growth regulating activities. So normal cells എന്തായിട്ട് മാറും? ക്യാൻസർ സെൽസ് ആയിട്ട് മാറും. ഇതിന് എക്സാമ്പിൾ ഓർത്തിരിക്കുക. And the viruses greatly increase a person's risk of developing cancer. ഇങ്ങനൊരു വൈറൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? It will increase the risk of developing cancer rather than being the sole determinant responsible for the disease. And this relationship between viral infection and cancer is illustrated by human papilloma virus. Human papilloma വൈറസിലുള്ള സ്റ്റഡീസ് എന്തിനാ കാണിക്കുന്നുണ്ട്? The relationship between viral infection and cancer. അതായത് വൈറൽ ഇൻഫെക്ഷൻ ക്യാൻസർ വരാനുള്ള ചാൻസ് കൂട്ടുന്നുണ്ട് എന്നുള്ളത് ഹ്യൂമൻ പാപ്പിലോമ വൈറസിലുള്ള സ്റ്റഡീസ് കാണിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ത്രൂ സെക്ഷൽ ആക്ടിവിറ്റി ആൻഡ് ഈസ് ഇൻക്രീസിങ് ഇൻ ഫ്രീക്വൻസി ഇൻ ദ പോപ്പുലേഷൻ. അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ ആൻഡ് അസോസിയേറ്റഡ് ക്യാൻസറിന്റെ ഇൻസിഡൻസ് ഒക്കെ കൂടുന്നുണ്ട്. ദ വൈറസസ് ഈസ് പ്രസന്റ് ഇൻ അബൌട്ട് 90% ഓഫ് സർവിക്കൽ ക്യാൻസർ. സർവിക്കൽ ക്യാൻസേഴ്സിൽ 90% ഈ HPV ഹ്യൂമൻ പാപ്പിലോമ വൈറസസിനെ കാണുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ലിങ്ക്ഡ് ആസ് എ പ്രൈമറി കോസേറ്റീവ് ഏജന്റ് ഓഫ് ക്യാൻസേഴ്സ് ഓഫ് മൗത്ത് ആൻഡ് ടങ് ഇൻ ബോത്ത് മെൻ ആൻഡ് വിമൻ. HPV വൈറസിന്റെ പ്രസൻസ് മൗത്ത് ക്യാൻസർ അതുപോലെ ടങ് ക്യാൻസറിലൊക്കെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഈ HPV ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ HPV റിലേറ്റഡ് ക്യാൻസേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇപ്പോൾ വാക്സിൻസ് ഒക്കെ അവൈലബിൾ ആണ്. സോ വാക്സിൻ അവൈലബിൾ ആയിട്ടുള്ള ക്യാൻസർ ചോദിച്ചാൽ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് HPV ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അസോസിയേറ്റഡ് ക്യാൻസേഴ്സിന് വാക്സിൻ അവൈലബിൾ ആണ്. മറ്റ് ക്യാൻസേഴ്സിനൊന്നും ഇതുവരെ വാക്സിൻസ് കണ്ടുപിടിച്ചിട്ടില്ല. ഏറ്റവും എഫക്റ്റീവ് വാക്സിൻസ് അഗൈൻസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ HPV അസോസിയേറ്റഡ് ക്യാൻസർ. ആൻഡ് അതർ വൈറസസ് ലിങ്ക്ഡ് ടു ഹ്യൂമൻ ക്യാൻസേഴ്സ്. ഇപ്പോൾ നമ്മൾ HPVയുടെ കാര്യം പറഞ്ഞു അല്ലേ, അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ലിവർ ക്യാൻസർ. അതുപോലെ എപ്സ്റ്റീൻ ബാർ വൈറസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ബർക്കിറ്റ്സ് ലിംഫോമയ്ക്ക് കാരണമാവുന്നതാണ് എപ്സ്റ്റീൻ ബാർ വൈറസ്. ആൻഡ് ഹെർപ്പിസ് വൈറസ് HHV8 ഹെർപ്പിസ് വൈറസ് വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് കപ്പോസി സാർക്കോമ. അതുപോലെ സ്റ്റൊമക് ഡ്വെല്ലിംഗ് ബാക്ടീരിയം ഹെലിക്കോബാക്ടർ പൈലോറി കോസസ് ദ അൾസേഴ്സ് ആൻഡ് ഗ്യാസ്ട്രിക് ലിംഫോമ. വൈറസസ് മാത്രമല്ല ചില ബാക്ടീരിയാസും ക്യാൻസർ റിസ്ക് കൂട്ടുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ഹെലിക്കോബാക്ടർ പൈലോറി. എവിടെയാണ് കാണാം? സ്റ്റൊമക്കിൽ. ആൻഡ് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് which is also characterized by chronic inflammation. ഇങ്ങനെ chronic inflammation കാരണം it is associated with increased risk of colon cancer. അതുപോലെ സ്മോക്കിംഗ് കോസസ് ലങ് ക്യാൻസർ. ഡിഫറെൻറ്റ് കാർസിനോജൻസ് ആണ് പറയുന്നത്. സ്മോക്കിംഗ് ലങ് ക്യാൻസറിന് കാരണമാവുന്നുണ്ട്. ആൻഡ് എക്സ്പോഷർ ടു അൾട്രാവയലറ്റ് റേഡിയേഷൻ കോസസ് സ്കിൻ ക്യാൻസർ. ആൻഡ് ഇൻഹെയിലിംഗ് ആസ്ബസ്റ്റോസ് ഫൈബേഴ്സ് അല്ലെങ്കിൽ ആ ഡസ്റ്റ് എന്തിന് കാരണമാവും? മീസോതെലിയോമ, ഒരു ലങ് അസോസിയേറ്റഡ് ക്യാൻസർ ആണ് മീസോതെലിയോമ. ആൻഡ് ഡയറ്റ് ക്യാൻ പ്ലേ, ഇതൊന്നും കൂടാതെ ഡയറ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. ഡയറ്റ് ക്യാൻ പ്ലേ എ മേജർ റോൾ ഇൻ ദ റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ക്യാൻസർ റേറ്റ്സ് ആർ ഹയർ എമംഗ് ഒബേസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിലാണ് ക്യാൻസറിൻ്റെ റിസ്ക് കൂടുതലായിട്ട് വരുന്നത് ദാൻ ദ നോൺ ഒബേസ് പോപ്പുലേഷൻ. ആൻഡ് സ്റ്റഡീസ് ഇൻ പ്രൈമേറ്റ് സജസ്റ്റ് ദാറ്റ് കലറി റെസ്ട്രിക്റ്റഡ് ഡയറ്റ് പ്രൊട്ടക്ട്സ് എഗെയിൻസ്റ്റ് ക്യാൻസർ. നമ്മൾ ഒരു പ്രോപ്പറായിട്ടുള്ള വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്താൽ ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെടാം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ക്യാൻസറിനെ അവോയ്ഡ് ചെയ്യാം എന്നാണ് പറയുന്നത്. അതിന് കാരണമായിട്ട് പറയുന്നത് എലിവേറ്റഡ് ലെവൽ ഓഫ് ഇൻസുലിൻ ആൻഡ് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ that are found in obese individuals as being a primary cause of the increased cancer incidence.
ഇൻക്രീസ്ഡ് ക്യാൻസർ ഇൻസിഡൻസിന് ഒരു റീസൺ ആയിട്ട് പറയുന്നത് എന്താണ്? ഇൻസുലിൻ്റെ ലെവലിലുള്ള ചേഞ്ച്, ഹൈ ലെവൽസ് ഓഫ് ഇൻസുലിൻ ആൻഡ് ഇൻസുലിൻ ഗ്രോത്ത് ഫാക്ടേഴ്സ്, ഹൈ ലെവൽസ് ഓഫ് ഇൻസുലിൻ ആൻഡ് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടേഴ്സ്. ഒബേസ് ഇൻഡിവിജ്വൽസിൽ ഇത് കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ they have an increased risk of cancer incidence. And there is also evidence that some ingredients in the ഡയറ്റുള്ള ചില ഇൻഗ്രീഡിയൻസ് എന്തിനു കാരണമാവും? ക്യാൻസറിന് കാരണമാവും. അതിന് എക്സാമ്പിളാണ് അനിമൽ ഫാറ്റ് ആൻഡ് ആൽക്കഹോൾ ക്യാൻ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ക്യാൻസർ. അനിമൽ ഫാറ്റ് ആൻഡ് ആൽക്കഹോൾ. വേറെ സർട്ടൻ കോമ്പൗണ്ട്സ് ഫൗണ്ട് ഇൻ ദ ഫുഡ് ഐറ്റം മേ റെഡ്യൂസ് ദ റിസ്ക്. സോ ചില ഡയറ്റും ക്യാൻസറും തമ്മിലൊരു റിലേഷൻ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ റിലേഷൻ ഉണ്ട് അല്ലേ? ഡയറ്റ് ക്യാൻസറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരുന്നു. നമ്മൾ ഒബേസ് അല്ല, ഒരു ഹെൽത്തി ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ക്യാൻസറിൻ്റെ ചാൻസസ് അവോയ്ഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത് അല്ലേ? ഒബേസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് എന്ത് പറ്റും? ഇൻസുലിൻ ആൻഡ് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടേഴ്സിൻ്റെ കണ്ടൻറ്റ് കൂടുതലാവും, അത് ക്യാൻസർ റിസ്കിന് കാരണമാവും. അതുപോലെ തന്നെ അനിമൽ ഫാറ്റ്, ആൽക്കഹോൾ ഇതൊക്കെ ക്യാൻസർ റിസ്ക് കൂട്ടും. ഇത് കൂടാതെ ചില ഫുഡ് ഐറ്റംസ് ക്യാൻസർ റിസ്ക് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സം ഫുഡ് ഐറ്റംസ് മേ റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ക്യാൻസർ. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ് ഐസോഫ്ലാവനോയിഡ്സ് ഫൗണ്ട് ഇൻ സോയ, ദെൻ സൾഫോറാഫൈൻസ് ഫൗണ്ട് ഇൻ ബ്രോക്കോളി ആൻഡ് EGCG ഫൗണ്ട് ഇൻ ടീ. ആൻഡ് ഡ്രഗ്സ് ദാറ്റ് ക്യാൻ ഇൻ്റർഫിയർ വിത്ത് ദ ആക്ഷൻ. ഇപ്പോൾ നമ്മൾ ഡയറ്റിനെ കുറിച്ചാണ് പറയുന്നത്, ഇനി ഡ്രഗ്സിനെ കുറിച്ചാണ് പറയുന്നത്. വിച്ച് ഇൻ്റർഫിയർ വിത്ത് ദ ആക്ഷൻ ഓഫ് estrogen or the metabolism of testosterone can reduce the incidence of breast cancer or prostate cancer. Estrogen അതുപോലെ ടെസ്റ്റോസ്റ്റിറോൺ, അതായത് ഫിനാസ്റ്ററിഡ്, അതുപോലെ തന്നെ ടെമാക്സിഫൻ, റെലോക്സിഫൻ, ഇതിനൊക്കെ എന്ത് പറ്റും? ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഡെവലപ്മെൻറ്റ് അതുപോലെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ റിസ്ക് ഒക്കെ കുറയ്ക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. ആൻഡ് ദ ലോങ് ടേം യൂസ് ഓഫ് നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്, NSAID എന്താണ്? നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്, അതായത് ആസ്പിരിൻ, ഇൻഡോമെത്താസിൻ, ഇതൊക്കെ എന്ത് പറ്റും? ഇതിൻ്റെയൊക്കെ ലോങ് ടൈം യൂസ് വിൽ ഡിക്രീസ് ദ റിസ്ക് ഓഫ് കോളൻ ക്യാൻസർ. കോളൻ ക്യാൻസറിൻ്റെ റിസ്ക് കുറയ്ക്കും. ആൻഡ് ദേ ആർ തോട്ട് ടു ഹാവ് ദിസ് എഫക്ട് ബൈ ഇൻഹിബിറ്റിംഗ് സൈക്ലോ ഓക്സിജനേസ്. എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ ആസ്പിരിനൊക്കെ എന്താ ചെയ്യുക? ഇറ്റ് വിൽ ഇൻഹിബിറ്റ് സൈക്ലോ ഓക്സിനേസ് 2 ആക്ടിവിറ്റി. ആക്ച്വലി ഇത് സൈക്ലോ ഓക്സിനേസ് 2 എന്താ ചെയ്യുക? ഇറ്റ് വിൽ catalyze the synthesis of hormone like prostaglandins which promote the growth of intestinal polyps. Cyclooxygenase എന്ത് ചെയ്യും? It will synthesize prostaglandins, hormone like prostaglandinsന്റെ പ്രൊഡക്ഷന് കാരണമാവും. അതെന്ത് ചെയ്യും? പോളിപ് പ്രൊഡക്ഷൻ, ഇൻറ്റസ്റ്റൈനൽ പോളിപ്സിൻ്റെ പ്രൊഡക്ഷന് കാരണമാവും. ആക്ച്വലി എന്താ ചെയ്യുന്നത്? ഈ ആസ്പിരിനൊക്കെ ചെയ്യുന്നത് ഈ എൻസൈമിനെ, അതായത് പ്രോസ്റ്റാഗ്ലാൻഡിൻ പ്രൊഡക്ഷന് കാരണമായ സൈക്ലോക്സിനേസ് പ്രൊഡക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ആസ്പിരിനൊക്കെ ചെയ്യുക. സോ അങ്ങനെ പോളിപ് ഡെവലപ്മെൻ്റ് ഒക്കെ അവർ ഇൻഹിബിറ്റ് ചെയ്യും. അങ്ങനെ കോളൻ ക്യാൻസർ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് പേഴ്സൺ ഹു ഹാവ് ടേക്കൺ ആൻറ്റി ഡയബറ്റിസ് ഡ്രഗ് ലൈക്ക് മെറ്റ്ഫോമിൻ, അല്ലേ? മെറ്റ്ഫോമിൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ആൻറ്റി ഡയബറ്റിക് ഡ്രഗ്. ഈ ആൻറ്റി ഡയബറ്റിക് ഡ്രഗിൻ്റെ ഇൻടേക്കും എന്ത് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും? ക്യാൻസർ റിസ്ക് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻ ദിസ് കേസ് ദ ബെനിഫിറ്റ് മേ ബി എങ്ങനെയാണ് അവിടെ മെറ്റ്ഫോമിൻ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇൻസുലിൻ്റെ, അല്ലേ? ഇൻസുലിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടറൊക്കെ ബോഡിയിൽ കുറവായിരിക്കും. അങ്ങനെ റിസ്ക് ഓഫ് ക്യാൻസർ റെഡ്യൂസ് ചെയ്യും. Then that's about the different types of cancer and the causes of cancer. Next is the genetics of cancer. Genetics of cancer. Cancer വരുമ്പോൾ അവിടെ ഒരു ജനറ്റിക് ചേഞ്ച് വരുന്നു എന്ന് പറഞ്ഞു, അല്ലേ? ക്യാൻസറസ് ആയിട്ടുള്ള സെൽസിൽ ജനറ്റിക് ചേഞ്ച് വരുന്നുണ്ട്. മാലിഗ്നന്റ് ട്രാൻസ്ഫോർമേഷൻ റിക്വയർ മോർ ദാൻ 1 ജനറ്റിക് ആൾട്ടർനേഷൻസ്. മാലിഗ്നന്റ് ട്രാൻസ്ഫോർമേഷനിൽ ഒരുപാട് ജനറ്റിക് ആൾട്ടർനേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് മാലിഗ്നൻ്റ് ആയിട്ട് മാറുള്ളൂ. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ പ്രോഗ്രഷൻ ഓഫ് പെർമനന്റ് ജനറ്റിക് ആൾട്ടർനേഷൻ ഇൻ എ സിംഗിൾ സെൽ. ഒരു സിംഗിൾ സെല്ലിൽ തന്നെ അവിടെ ചേഞ്ച് വരുന്നുണ്ട്, വിച്ച് ഈസ് എ മോണോക്ലോണൽ. ഇവിടെ നോക്കുക, 2 types of genetic alternations that might make us more likely to develop a particular type of cancer.
രണ്ട് ടൈപ്പ് ജനറ്റിക് ആൾട്ടറേഷൻ ആണ് മെയിൻ ആയിട്ട് ക്യാൻസറിന് കാരണമാകുന്നത്. ദേ ആർ ജെംലൈൻ മ്യൂട്ടേഷൻസ് ആൻഡ് സൊമാറ്റിക് മ്യൂട്ടേഷൻ. ഏതൊക്കെയാണ്? ജെംലൈൻ ആൻഡ് സൊമാറ്റിക് മ്യൂട്ടേഷൻ. ജെംലൈൻ മ്യൂട്ടേഷൻസ് എന്ന് പറഞ്ഞാൽ ദോസ് ദാറ്റ് വി ഇൻഹെറിറ്റ് ഫ്രം അവർ പാരൻസ്, നമ്മുടെ പാരൻസിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നതാണ് ജെംലൈൻ മ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദോസ് ദാറ്റ് ഒക്കർ ഡ്യൂറിങ് അവർ ഓൺ ലൈഫ് ടൈം, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ലൈഫ് ടൈമിൽ അച്ചീവ് ചെയ്യുന്ന ചേഞ്ചസ്, അതിനെയാണ് സൊമാറ്റിക് മ്യൂട്ടേഷൻസ് എന്ന് വിളിക്കാം. ആൻഡ് ദ ജീൻസ് ദാറ്റ് വി ഇൻഹെറിറ്റ് ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഓൺ അവർ റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ക്യാൻസർ. നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്ന ജീൻസിൽ എന്നുണ്ടെങ്കിൽ ജെംലൈൻ മ്യൂട്ടേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ക്യാൻസർ, ക്യാൻസറിൻ്റെ റിസ്ക് ഇൻക്രീസ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട്. ബട്ട് ദ ഗ്രേറ്റസ്റ്റ് ഇമ്പാക്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് ക്യാൻസർ വരുന്നത്? ഇറ്റ് കംസ് ഫ്രം ദ ജീൻസ് ദാറ്റ് ആർ ആൾട്ടേർഡ് ഡ്യൂറിങ് ദ ലൈഫ് ടൈം. ഒരു ഇൻഡിവിജ്വലിൻ്റെ ലൈഫ് ടൈമിൽ ജീനിലുണ്ടാകുന്ന ഓൾട്ടർനേഷൻ കാരണമാണ് കൂടുതലായിട്ടും ക്യാൻസർ ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷെ ഇൻഹെറിറ്റ് ചെയ്യുന്നതനുസരിച്ച് എന്താണ്? ഇറ്റ് ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ക്യാൻസർ, ക്യാൻസറിനുള്ള റിസ്ക് കൂട്ടാനുള്ള ചില ചേഞ്ചസ് ആണ് ശരിക്കും പറഞ്ഞാൽ ജെംലൈൻ മ്യൂട്ടേഷൻസിൽ വരുന്നത്. ആൻഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് മാലിഗ്നന്റ് ട്യൂമർ ഓർ ട്യൂമറോജെനസിസ് ഈസ് എ മൾട്ടി സ്റ്റെപ്പ് പ്രോസസ്. അങ്ങനെയാണ് അവിടെ ഒരുപാട് ഇവൻറ്റ്സ് ആണ് നടക്കുന്നത് ഒരു നോർമൽ സെൽ എന്നുണ്ടെങ്കിൽ ഒരു ട്യൂമർ ഫോം ചെയ്യുമ്പോൾ. which may occur over the course of many successive cell divisions and take decades to complete. ഇതിന് ഒരുപാട് സമയമെടുക്കുന്നതാണ് പറയുന്നത് ഈ ചേഞ്ചിന്. ഈച്ച് ചേഞ്ച് may elicit a particular feature. അത് ഒരു സെല്ല് മാലിഗ്നൻ്റ് ആകുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സഡൻ ആയിട്ട് ചേഞ്ച് ആവല്ലോ, അതിലൊരു സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് നടന്ന് പയ്യെ ഓരോരോ ചേഞ്ചസ് അക്വയർ ചെയ്താണ് അതൊരു മാലിഗ്നൻ്റ് സെല്ലായിട്ട് മാറുന്നത്. This is a multi-hit model. ഈ ചേഞ്ച് ഓഫ് എ നോർമൽ സെൽ ടു മാലിഗ്നന്റ് വൺ ആണ് മൾട്ടി-ഹിറ്റ് മോഡൽ വഴി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദിസ് ഈസ് എ നോർമൽ കോളൻ സെൽസ്. ഇതിൽ നോർമൽ കോളൻ സെൽസ് ആണ്. അങ്ങനെ അക്വയർ ചെയ്ത് എന്തെങ്കിലും ചേഞ്ച് കാരണം ചേഞ്ചസ് ഇങ്ങനെ അക്വയർ ചെയ്ത് വന്ന് ലോസ് ഓഫ് APC ആൻഡ് ട്യൂമർ സപ്രസർ ജീൻ. എന്താണ് അവിടെ APC അതുപോലെ തന്നെ ട്യൂമർ സപ്രസർ ജീനിൻ്റെ ലോസ് സംഭവിച്ചു. ക്രോമസോം 5 ട്യൂമർ സപ്രസർ ജീൻ, അത് നഷ്ടപ്പെട്ടു. അപ്പോൾ എന്ത് സംഭവിച്ചു? എ പോളിപ്പ് ഫോംസ് ഓൺ ദ കോളൻ വാളിൽ ഒരു ചെറിയ പോളിപ്പ്, ഒരു ചെറിയൊരു ഗ്രോത്ത് വന്നു. വീണ്ടും അതിനൊരുപാട് ഡിവിഷൻസും ചേഞ്ചസും ഒക്കെ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് എന്താ ആക്ടിവേഷൻ ഓഫ് KRAS ഓൺകോജീൻ, ഒരു ഓൺകോജീൻ ആക്ടിവേഷൻ നടന്നു. ആ സെല്ലിൽ എന്ത് നടന്നു? ആദ്യം എന്താ സംഭവിച്ചത്? അതിൻ്റെ APC ലോസായി, അതിൻ്റെ അപ്പോപ്ടോസിസ് ഇവൻ്റ് ലോസായി പോയി. അതുപോലെ ട്യൂമർ സപ്രസർ ജീനും നഷ്ടപ്പെട്ടു. അങ്ങനെ കുറേ അതുപോലെ ഡിവൈഡ് ചെയ്തുകൊണ്ട് വീണ്ടും കുറേ നാൾ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ആക്ടിവേഷൻ ഓഫ് KRAS, ഒരു ഓൺകോജീൻ്റെ ആക്ടിവേഷൻ നടന്നു. അപ്പോൾ എന്താ സംഭവിച്ചു? ഇവിടെ ആദ്യം പോളിപ്പായിരുന്നത് പിന്നീട് എ ബിനൈൻ പ്രീ ക്യാൻസറസ് ട്യൂമറായി. ഒരു ബിനൈൻ പ്രീ ക്യാൻസറസ് ട്യൂമറായിട്ട് മാറി. ആൻഡ് വീണ്ടും അതിന് ഡിവിഷൻ നടന്ന് എ ക്ലാസ് 2 അഡിനോമ. വീണ്ടും ആ ബിനൈൻ ട്യൂമറിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാണ് ഡിവിഷൻ വഴി. അത് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ലോസ് ഓഫ് P53 ട്യൂമർ സപ്രസർ ജീൻ. P53 എന്ന് പറയുന്ന ഒരു ട്യൂമർ സപ്രസർ ജീനാണ്. ആ ട്യൂമർ സപ്രസർ ജീൻ ഏതാണ്? ക്രോമസോം നമ്പർ 70 അത് അതിൻ്റെ ലോസ് ഉണ്ടായി. അത് അവിടെ നിന്ന് പോയി, ആ സെല്ലിൽ നിന്ന് നഷ്ടപ്പെട്ടു. അപ്പോൾ എന്ത് സംഭവിക്കും? മാലിഗ്നന്റ് കാർസിനോമ, ബിനൈൻ ആയിട്ടുള്ളത് ഒരു മാലിഗ്നന്റ് 1 ആയിട്ട് മാറി. ഇതിന് അതുപോലെ മറ്റ് സെല്ലുലാർ ചേഞ്ചസ് നടന്നു. മാലിഗ്നന്റ് ആയി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ക്യാൻസർ മെറ്റാസ്റ്റാസൈസ് അല്ലേ? ബിനൈൻ മാലിഗ്നന്റ് ആയി കഴിഞ്ഞപ്പോൾ അതിന് മെറ്റാസ്റ്റാസൈസ് എന്നുള്ള പ്രോപ്പർട്ടിയാണ് കിട്ടിയത്. സോ ഇറ്റ് വിൽ മൈഗ്രേറ്റ് ടു ഡിഫറെൻറ്റ് ടിഷ്യൂസ് ഓർ പ്ലേസസ് ഇൻ ദ ബോഡി. ഇതിന് അവിടെ അത് ഇൻവേഡ് ചെയ്തിട്ട് ബാക്കി ചേഞ്ചസ് വന്നു. അവിടെ വീണ്ടും ഗ്രൂപ്പ് ഓഫ് സെൽസ് അല്ലെങ്കിൽ സെക്കൻഡറി ട്യൂമേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് കാരണമാവും. ദിസ് ഈസ് എ മൾട്ടി ഹിറ്റ് മോഡൽ വിച്ച് എക്സ്പ്ലെയിൻ എന്താണ് ദ ചേഞ്ച് ഫ്രം എ നോർമൽ സെൽ ടു ട്യൂമർ അല്ലെങ്കിൽ ട്യൂമറോജെനസിസ് എന്ന് പറയുന്നത് ഒരു മൾട്ടി സ്റ്റെപ്പ് പ്രോസസ്സാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ദിസ് മൾട്ടി ഹിറ്റ് മോഡൽ. അതായത് പെട്ടെന്ന് എല്ലാ ചേഞ്ചും കൂടിയും വന്ന് മാലിഗ്നൻ്റ് ആയിട്ട് മാറുകയല്ല, ഇറ്റ് അണ്ടർഗോയിങ് എ സീക്വൻഷ്യൽ ഇവൻറ്റ്സ് ഓർ എ സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ടു അക്വയർ മോർ ചേഞ്ചസ്. അതിന് ഒരുപാട് ചേഞ്ചസ് എങ്ങനെയാണ്? ഓരോരോ സ്റ്റെപ്പ് വഴിയാണ് ഓരോ ചേഞ്ചസും അക്വയർ ചെയ്ത് ഫൈനലി മാലിഗ്നൻ്റ് സെല്ലായിട്ട് മാറുന്നത്. വിച്ച് എക്സ്പ്ലെയിൻസ് ദ മൾട്ടി ഹിറ്റ് മോഡൽ.
Next one, cancer arises from within the relatively small population of stem cells that inhabit each adult tissue. Cancer cells ചെറിയൊരു stem cells ആണ് ഫോം ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. Given their long life and unlimited division potential, stem cells have the opportunity to accumulate the mutations required for malignant transformation. And according to another scenario, progenitor cells can give rise to malignant tumors by acquiring certain properties as part of the process of tumor progression. Earlier it is believed that tumors are developed from stem cells. Tumors എവിടെയാണ്? stem cells ന്നാണ് ഈ malignant tumors. കാരണം എന്താ? അവർക്ക് കൂടുതൽ mutation. stem cells എന്താ? they have the potential to form potency to develop into different cell types അല്ലേ? stem cellsന് different cell types ആയിട്ട് മാറാനുള്ള capacity ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റെം സെൽസിലാണ് ഡിവിഷൻ നടന്ന് എന്തായിട്ട് മാറുന്നത്? മാലിഗ്നന്റ് ട്യൂമേഴ്സ് ആയിട്ട് മാറുന്നതെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നീട് മനസ്സിലായി സ്റ്റെം സെൽസ് മാത്രമല്ല, പ്രോജനൈറ്റർ സെൽസ് ഓൾസോ ഹാവ് ദ കപ്പാസിറ്റി ടു ഗിവ് റൈസ് ടു മാലിഗ്നന്റ് ട്യൂമേഴ്സ് ബൈ അക്വയറിംഗ് സർട്ടൻ പ്രോപ്പർട്ടീസ്. And some tumors are thought to arise from stem cells and others from the progenitor cell population. So finally conclusion endana? Some tumors are thought to arise from, ചില tumors stem cells ന്നാണ് develop ചെയ്യുക and others develop from the progenitor cells. So stem cells ഉം അതുപോലെ തന്നെ progenitor cells ന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്? ട്യൂമേഴ്സ് ഫോം ചെയ്യുന്നത്. ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ്. ദിസ് ഈസ് ദ സ്റ്റെം സെൽ. ഫസ്റ്റ് സ്റ്റെം സെൽസിൽ ഒരു ഓൺകോജനിക് ഇവൻറ്റ് നടന്നു. പിന്നെ എന്തെങ്കിലും കാർസിനോജൻസ് വന്നു. ഇതിന് എന്തൊരു ട്യൂമർ ഡെവലപ്പ് ചെയ്തു. അവിടെ ഡെവലപ്പ് ചെയ്ത ട്യൂമർ എന്ന് പറയുന്നത് ട്യൂമർ സബ് ടൈപ്പ് എക്സ് ആണ്. ദെൻ പ്ലൂറിപ്പൊട്ടൻ്റ് പ്രോജനൈറ്റർ സെൽസിൽ ഓൺകോജനിക് ഇവൻറ്റ് നടന്ന് അവിടെ വേറൊരു ടൈപ്പ് ട്യൂമറാണ് ഡെവലപ്പ് ചെയ്തത്. ദെൻ ഇവിടെ നിന്ന് ഫോം ചെയ്ത കമ്മിറ്റഡ് പ്രോജനൈറ്റർ സെൽസിൽ വീണ്ടും ഓൺകോജനിക് ഇവൻറ്റ് നടന്ന് വേറൊരു ട്യൂമർ സബ് ടൈപ്പ് സെഡ്. സോ സെയിം സ്റ്റെം സെൽസിനാണ് സെൽസ് ഡിവൈഡ് ചെയ്ത് ഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഡിഫറെൻറ്റ് സെൽസിൽ ഉണ്ടാകുന്ന ഓൺകോജനിക് ഇവൻറ്റ് കാരണം ഡിഫറെൻറ്റ് ട്യൂമേഴ്സ് ആയിരിക്കും ഡെവലപ്പ് ചെയ്യാം. ആണ് ഇവിടെ ഫസ്റ്റ് സ്റ്റെം സെല്ലിൽ ട്യൂമർ ടൈപ്പ് എക്സ്, പിന്നെ ആയപ്പോഴേക്കും പ്ലൂറിപ്പൊട്ടൻ്റ് പ്രോജനൈറ്റർ സെൽസിൽ ട്യൂമർ വൈ ആണ് വന്നത്. ഇതിന് ഈ പ്ലൂറിപ്പൊട്ടൻ്റ് സെല്ലിന് ഡെവലപ്പ് ചെയ്ത കമ്മിറ്റഡ് പ്രോജനൈറ്റർ സെൽസിന് വേറെ ടൈപ്പ് ട്യൂമറാണ് ഡെവലപ്പ് ചെയ്തത്. സോ ഒരു സ്റ്റെം സെല്ലിന് ഫോം ചെയ്യുന്ന എല്ലാ സെൽസിലും ഒരേ ടൈപ്പ് ട്യൂമേഴ്സ് അല്ല ഡെവലപ്പ് ചെയ്യുക. അക്കോർഡിംഗ് ടു ദ മോഡൽ ഡെപ്പിക്റ്റഡ് ഹിയർ, tumors can arise from either tissue stem cells or progenitor cells. Tumors progenitor cells അല്ല എന്നുണ്ടെങ്കിൽ stem cells ന്നായിരിക്കും ഫോം ചെയ്യുക. And although in some cases at least these different cells of origin give rise to different types of cancer. ഇതെല്ലാം എന്തിനു കാരണം? ഡിഫറെൻറ്റ് ക്യാൻസേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് കാരണമാവും. As a cancer grows, the cells in the tumor as a cancer grows, the cells in the tumor mass are subjected to a type of natural selection. Cells divide ചെയ്ത് എണ്ണം കൂടുമ്പോൾ അവിടെ എന്താ ഒരു നാച്ചുറൽ സെലക്ഷൻ നടക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഡ്രൈവ്സ് ദ അക്യുമുലേഷൻ ഓഫ് സെൽസ് വിത്ത് പ്രോപ്പർട്ടീസ് ദാറ്റ് ആർ മോസ്റ്റ് ഫേവറബിൾ ഫോർ ട്യൂമർ ഗ്രോത്ത്. അങ്ങനെ നാച്ചുറൽ സെലക്ഷൻ വഴി എന്ത് പറ്റും? ട്യൂമറസ് ഗ്രോത്ത് കാണിക്കുന്ന സെൽസിൻ്റെ ഗ്രൂപ്പ് ഇതിനെ മാത്രം സെലക്ട് ചെയ്ത് സർവൈവൽ പോസിബിൾ ആവും. ഫോർ എക്സാമ്പിൾ, ഓൺലി ദോസ് ട്യൂമേഴ്സ് കണ്ടെയ്നിങ് സെൽസ് that maintain the length of their telomeres will be capable of unlimited growth. ഏത് സെൽസിനാണ് അൺലിമിറ്റഡ് ഗ്രോത്തിനുള്ള കപ്പാസിറ്റി? ആ ടീലോമിയറിന്റെ ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന സെൽസ്. ഓക്കെ, ഓൺലി ദോസ് ട്യൂമേഴ്സ് കണ്ടെയ്നിങ് സെൽസ് ദാറ്റ് മെയിൻറ്റെയിൻ ദ ലെങ്ത് ഓഫ് ദെയർ ടീലോമിയേഴ്സ് വിൽ ബി capable of unlimited growth. And the telomerase expressing cells will flourish while the non-expressing cells will die off. Telomerase express ചെയ്യുന്ന സെൽസ് ഫ്ലറിഷ് ചെയ്യും, അതായത് കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്യും. മറ്റ് സെൽസോ and the non-expressing cells will die off, and all of the cells in the tumor will contain telomerase. So tumor cells നോക്കി കഴിഞ്ഞാൽ എല്ലാത്തിലും എന്തുണ്ടാകും? they all contain telomerase enzymes കാണാനായിട്ട് പറ്റുന്ന പറയുന്നത്. ആൻഡ് എപ്പിജനറ്റിക് ചേഞ്ച് എന്തൊക്കെയാണ്? ഇപ്പം നമ്മൾ ജനറ്റിക് ചേഞ്ചിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്.
അവിടെ ക്രോമസോം നമ്പറിൽ ചേഞ്ച് ഉണ്ടാവും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ചേഞ്ചസ്, ഇതിൽ വരുന്ന ചേഞ്ചസ് എങ്ങനെയാണ് ക്യാൻസർ സെൽസിൽ അക്യൂമുലേറ്റ് ചെയ്യാണ്, പതിയെ പതിയെ അക്യൂമുലേറ്റ് ചെയ്തിട്ടാണ് അതൊരു മാലിഗ്നന്റ് സെല്ലായിട്ട് മാറുന്നത്. ഇതിന് എവിടെയാണ് മെയിനായിട്ട് ഈ ട്യൂമർ ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ ഏത് സെൽസാണ് ട്യൂമർ സെൽസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുക? ദേ ആർ ദ സ്റ്റെം സെൽസ് ആൻഡ് പ്രോജനൈറ്റർ സെൽസ്. സ്റ്റെം സെൽസ് അതുപോലെ തന്നെ പ്രോജനൈറ്റർ സെൽസ് ആണ് മാലിഗ്നന്റ് സെൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് അല്ലേ. ഇതിന് ഈ കൺവേർഷൻ നടക്കുമ്പോൾ ഇതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ക്യാൻസർ എല്ലാം തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ആയിരിക്കും. ദെൻ ക്യാൻസർ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, ആ സെൽസ് കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്യുകയാണ്. പിന്നെ ഒരുപാട് സെൽസ് ഡിവൈഡ് ചെയ്യുമ്പോൾ വീണ്ടും അവിടെ ഒരു സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സെൽസിനെ നിലനിർത്തിയിട്ട് ബാക്കിയുള്ളതിനൊക്കെ നശിപ്പിച്ച് കളയുന്നുണ്ട്, ഈവൻ ഇൻ ദ ക്യാൻസർ സെൽസ്. ഓക്കെ, അവിടെ ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് ടീലോമിറേസ്. ആ ടീലോമിറേസിൻ്റെ പ്രസൻസ് എന്തിന് കാരണം? ആ സെൽസിൽ ടീലോമിയർ ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ടീലോമിയറിൻ്റെ ലെങ്ത് കുറഞ്ഞു പോയാൽ എന്താ സംഭവിക്കുക? അത് സെല്ലിൻ്റെ ഡെത്തിന് കാരണമാവും. ടീലോമിയർ ലെങ്ത് കൂടുതലുള്ളത് സെല്ലിന് ഏജ് ആവില്ല, അപ്പോൾ സെല്ലിന് കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി കിട്ടും. ദെൻ മൂവിങ് ഓൺ ടു ദ എപ്പിജനറ്റിക് ചേഞ്ച്. ദ ആക്ടിവേഷൻ ഓഫ് ടീലോമിറേസ് എക്സ്പ്രഷൻ ക്യാൻ ബി കൺസിഡേർഡ് ആസ് ആൻ എപ്പിജനറ്റിക് ചേഞ്ച്. ഒരു എപ്പിജനറ്റിക് ചേഞ്ച് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, അതർ ദാൻ ദ ജനറ്റിക് ചേഞ്ച്. One that result from the activation of a gene that is normally repressed. Normally repressed ആയിട്ടുള്ള ഒരു ജീനിൻ്റെ ആക്ടിവേഷൻ ആണ് അവിടെ ടീലോമിറേസിൻ്റെ എക്സ്പ്രഷന് കാരണം. And once the epigenetic change has occurred, it is transmitted to all of the progeny of that cells. ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് പിന്നീട് ഇപ്പോൾ ഈ ഒരു സെല്ലിന് എപ്പിജനറ്റിക് ചേഞ്ച് വഴി അതിൻ്റെ ടീലോമിറേസ് എക്സ്പ്രസ് ചെയ്യപ്പെട്ടു. അത് പിന്നീട് അതിൽ നിന്നുണ്ടാകുന്ന എല്ലാ സെൽസിലും തന്നെ ഈ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ ഒരു ബിഹേവിയർ കാണിക്കുമെന്നാണ് പറയുന്നത്. ആൻഡ് consequently represent a permanent inheritable alternation. And even after they have become malignant ആയി കഴിഞ്ഞാലും ക്യാൻസർ സെൽസ് കണ്ടിന്യൂ ടു അക്യുമുലേറ്റ് മ്യൂട്ടേഷൻ. അതായത് നോർമൽ സെല്ല് ക്യാൻസർ സെല്ലായിട്ട് മാറി അത് മാലിഗ്നൻ്റ് ആയിട്ട് മാറി. ഇങ്ങനെയുള്ള മാലിഗ്നന്റ് സെൽസിലും പിന്നീട് മ്യൂട്ടേഷൻസ് നടക്കും. ഓക്കെ, the cancer cells continue to accumulate mutations and epigenetic changes that make them increasingly abnormal. ഇങ്ങനെയുള്ള കണ്ടിന്യൂസ് മ്യൂട്ടേഷൻസും എപ്പിജനറ്റിക് ചേഞ്ചും കാരണം മാലിഗ്നന്റ് സെൽസ് വീണ്ടും മാലിഗ്നൻ്റ് ആയിട്ട് മാറും. അതാണ് മാലിഗ്നന്റ് സെൽസ് ബിക്കം അബ്നോർമലി മാലിഗ്നന്റ്, ഇൻക്രീസിംഗ്ലി അബ്നോർമൽ. എന്താ ഹിസ്റ്റോളജിക്കൽ ചേഞ്ചസ്? ഇനി എന്തൊക്കെയാണ് ഹിസ്റ്റോളജിക്കൽ ചേഞ്ചസ് വരുന്നത്? അതായത് നോർമൽ സെൽസ് ആദ്യം പ്രീ ക്യാൻസറസ് സെല്ലാവും, പിന്നീട് ക്യാൻസറസ് സെൽസ് ആവും, പിന്നീട് മാലിഗ്നന്റ് സെൽസ് ആവും. നമുക്ക് നോക്കാം. ജനറ്റിക് ചേഞ്ചസ് ദാറ്റ് occur during tumor progression are often accompanied by histological changes, that is changes in the appearance of the cells. ജനറ്റിക് ചേഞ്ചസ് വരുന്നു, അതായത് അബ്ന്യൂപ്ലോയിഡി ക്രോമസോമൽ നമ്പറിൽ വരുന്ന ചേഞ്ച്, എപ്പിജനറ്റിക് ചേഞ്ച്, ഇതൊക്കെ നമ്മൾ കണ്ടു. ഇത് കൂടാതെ സെൽസിൻ്റെ അപ്പിയറൻസിൽ ചേഞ്ച് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ദ ഇനിഷ്യൽ ചേഞ്ചസ് ഓഫൺ പ്രൊഡ്യൂസ് സെൽസ് ദാറ്റ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ആസ് പ്രീ ക്യാൻസറസ്. ഫസ്റ്റ് ഉണ്ടാവുന്ന ചേഞ്ചസ് കാരണം നമ്മൾ ആ സെൽസിനെ നോക്കിക്കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് ഓഫ് സെൽസിന് നമ്മൾ പ്രീ ക്യാൻസറസ് എന്നാണ് വിളിക്കുക, പ്രീ ക്യാൻസറസ്, which indicates that they have gained some of the properties of the cancer cell. എന്താണ് ഒരു പ്രീ ക്യാൻസറസ് സെൽസ് എന്ന് പറഞ്ഞാൽ? ഒരു നോർമൽ സെല്ല് പ്രീ ക്യാൻസറസ് ആകാം എന്ന് പറഞ്ഞാൽ ക്യാൻസറസ് സെൽസിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ആ സെല്ലിനില്ല, ബട്ട് ഇറ്റ് അക്യൂമുലേറ്റ് സം പ്രോപ്പർട്ടീസ് ഓഫ് ദ ക്യാൻസർ സെൽസ്. പക്ഷേങ്കിൽ അതിന് കുറച്ച് ക്യാൻസർ സെൽസ് കാണിക്കുന്ന പ്രോപ്പർട്ടി കിട്ടിയിട്ടുണ്ട്. ആ ഒരു സ്റ്റേജിൽ നമ്മൾ സെല്ലിനെ വിളിക്കുന്ന പേരാണ് പ്രീ ക്യാൻസറസ് സെൽ. അങ്ങനെ വരുന്ന ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ലോസ് ഓഫ് സർട്ടൈൻ ഗ്രോത്ത് കൺട്രോളിനുള്ള സർട്ടൈൻ ഫീച്ചേഴ്സ് ഒക്കെ ലോസ് ചെയ്തു. ബട്ട് ലാക്ക് ദ capability to invade normal tissues. പക്ഷേ ഇൻവേഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കിട്ടിയിട്ടില്ല. എപ്പോഴാണ് ഇൻവേർഷനും മെറ്റാസ്റ്റാസിസ് ഒക്കെ നടക്കുന്നത്? അത് ഏറ്റവും ഫൈനൽ സ്റ്റേജിലാണ്. ഓക്കെ, ആൻഡ് ദ പാപ് സ്മിയർ ടെസ്റ്റ് ഈസ് ഫോർ ഡിറ്റക്ടിങ് പ്രീ ക്യാൻസറസ് സെൽസ് ഇൻ ദ എപ്പിത്തീലിയൽ ലൈനിങ് ഓഫ് ദ സെർവിക്സ്. സെർവിക്സിൻ്റെ എപ്പിത്തീലിയൽ ലൈനിങ്ങിൽ പ്രീ ക്യാൻസറസ് സെൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് പാപ് സ്മിയർ ടെസ്റ്റ്. കേട്ടിട്ടുണ്ടാവും അല്ലേ? പാപ് സ്മിയർ ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ്
precancerous cells in the lining of cervix, epithelial lining of the cervix. സോ പെട്ടെന്ന് ഒരു സെല്ല് ക്യാൻസറസ് ആയിട്ട് മാറുകയല്ല, എങ്ങനെയാണ് സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ്, ചെറിയ ചെറിയ ചേഞ്ചസ് അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് അത് ക്യാൻസറസ് ആവാൻ പിന്നീട് മാലിഗ്നന്റ് വൺ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. സോ ഈ സെഷനിൽ നമ്മൾ എന്താണ് ക്യാൻസർ എന്ന് പറഞ്ഞു. ക്യാൻസർ കോസിങ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ്, ടൈപ്സ് ഓഫ് ക്യാൻസർ, ദെൻ ക്യാൻസർ സെൽസിൽ വരുന്ന ചേഞ്ചസ്, ക്യാൻസർ സെൽസിൽ എങ്ങനെയൊക്കെയാണ് ചേഞ്ചസ് വരുന്നത്, ദെൻ ക്യാൻസർ സെൽസിൻ്റെ പ്രോപ്പർട്ടീസ്, അതാണ് ഈ സെക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത്. ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ദ ക്യാൻസർ. അതിൽ നമ്മൾ ക്യാൻസർ സെൽസ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുക എനർജിക്ക് വേണ്ടിയിട്ട്? ഡിപ്പെൻഡ് ഓൺ ഗ്ലൈക്കോളിസിസ്. അതിൽ പിന്നെ ഹാംബർഗർ എഫക്റ്റ് എന്താണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇത്തിരി കൂടി എളുപ്പമുള്ള സെഷനാണ്, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് നോക്കാനില്ല, എന്നാലും ഒന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ളതാണുള്ളത്. താങ്ക് യു.